She told me her name was Billie Jean, and she calls the scene. Thin heavy headed but eyes would dream, being the one. Over dance on the floor and around. മണ്ട അടിച്ച വളർന്നളയും ഡാൻസ് ചാണ്ട് വേണം. ഞാൻ ജാക്സനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിക്കും 3 മാർക്ക് അടിക്കും, എന്നാൽ 3 അടിക്കുക. അപ്പോൾ അന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുമായിരുന്നുള്ളൂ, അന്ന് അറിയില്ലല്ലോ. പക്ഷെ എന്നാലും ഭയങ്കര എനിക്കറിയാമെന്നുള്ള ഭാവത്തിലേക്ക് ഞാൻ ചെയ്യുന്നു. ഇങ്ങനെ ഒരു പയ്യനുണ്ട് ജാക്സൺ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ സാർ ഇങ്ങനെ കുഴപ്പമില്ല അവനെ വിളിക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ വിളിച്ച് വീട്ടിൽ വന്ന് വിളിച്ച് എന്നെ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇഷ്ടമുള്ള കളിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് മറ്റേ പുതിയ സാധനങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്. എല്ലാവരും ഗ്യാസ് പോയി. എത്രയോ പേര് എന്നെ ഉപദേശിച്ചിട്ടുണ്ടെന്ന് അറിയാം. പക്ഷെ ഞാനതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ല, ഇത് പറയാനുണ്ടാവില്ല, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. ഉള്ള വെറുതെ പറയല്ല സാറേ, ചുമ്മാല്ല. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കരുത്, സത്യമാണോ? അതെ സത്യം. അല്ലല്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഈ മറ്റുള്ള സ്റ്റാർസിൻ്റെ നമ്മൾ കണ്ടിട്ടു, നമ്മളെ ഒരു പോസ്റ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവിടെ ഇവിടെയും കാണുന്നു പറയുന്നത് വലിയ കാര്യമാണ്. ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. ഇനിയും കാണും ഇത് തന്നെയായിരുന്നു. മൂൺവാക്ക് എന്ന സിനിമയിലൂടെ നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള സിബി ജാക്സൺ ആണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം സിബി. ഈ സിബി ജാക്സൺ എന്നാണ് എല്ലാവരും അറിയുന്നത്, പക്ഷെ പേര് സിബി കുട്ടപ്പൻ എന്നാണ്. ഈ സിബി കുട്ടപ്പൻ ഈ സിബി ജാക്സണിലേക്കുള്ള ഒരു യാത്ര അതെങ്ങനെയായിരുന്നു? അത് പറയുമ്പോൾ നമ്മൾ ചാലക്കുടിയിലാണല്ലോ. അപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ് ഞാൻ സ്റ്റേജിലൊക്കെ. അപ്പം പ്രോഗ്രാമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന എല്ലാവരും എന്നെ വിളിക്കുന്നു സിബി ജാക്സൺ. കാരണം ഞാൻ ജാക്സൺ ചെയ്യുന്ന ആയതുകൊണ്ട് എല്ലാവരും എന്നെ എപ്പോഴും സിബി ജാക്സൺ വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ആ ജാക്സൺ എന്നുള്ള പേര്, സിബി ജാക്സൺ എന്നുള്ള പേര് കിട്ടുന്നത് തന്നെ. ഇത് ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതാണോ? അല്ല, നീ ഇങ്ങനെ സിബി ജാക്സൺ എന്ന് പറഞ്ഞു? ഒരിക്കലല്ല. കാരണം എല്ലാ മൂൺ വാക്കേഴ്സും മൈക്കിൾ ജാക്സന്റെ എല്ലാ ഫാൻസും സ്വന്തം പേരിന്റെ കൂടെ ജാക്സൺ ചേർക്കും. അപ്പോൾ അതെല്ലാ ഫാൻസും ചെയ്യുന്നൊരു പ്രക്രിയയാണ്. അപ്പൊ ഞാനും അത് എടുത്തതുള്ളൂ. ഏത് പ്രായമായിരിക്കും, അല്ലെങ്കിൽ എത്ര വർഷം മുന്നേ ആയിരിക്കും ഇങ്ങനെ ഈ ജാക്സൺ എന്നുള്ള പേര് കയറിയത്? ഇത് ഞാൻ 2009 ശേഷമാണ് ഞാനിങ്ങനെ ജാക്സനായിട്ട് ആഗ്രഹം വന്നു തുടങ്ങിയത്, ജാക്സനെ ചെയ്യുന്നത്. കാരണം വെച്ചാൽ 2009 ശേഷമാണ് ഞാൻ അറിയണത് ജാക്സൺ ഉണ്ടെന്നുള്ള മൈക്കിൾ ജാക്സൺ ഉണ്ടെന്നുള്ള ഒരാളെ ഞാൻ ആദ്യമായിട്ട് കാണുന്നു. എപ്പോഴും അങ്ങനെ. കാരണം എൻ്റെ ലൈഫിൽ ചെറുപ്പത്തിൽ ഞാൻ എവിടെ എപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ എനിക്കത് അന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയൊന്നും ഉണ്ടായില്ല. പക്ഷെ ഞാൻ മനസ്സിലാക്കിയതും എനിക്ക് ഭയങ്കര ഫാനായി തുടങ്ങിയതും 2009 ശേഷം. കാരണം മരിച്ച സമയത്ത് ഒരുപാട് വീഡിയോസൊക്കെ കണ്ട് അങ്ങനെ ഇൻസ്പയർഡ് ആയിട്ടാണ് ഞാൻ. കാരണം ഒരു പയ്യനാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ജാക്സനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ആഗ്രഹമായിരുന്നു എങ്ങനെയെങ്കിലും ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം. ഇത് ആരാണ് അവനെന്നോട് ചോദിച്ചു, എന്നോട് ചേട്ടന് 3 വാക്ക് പറയുന്നത്. അപ്പോൾ 3 വാക്കോ അതെന്ത് സാധനം? അപ്പോൾ എനിക്കത് കാണുമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ജാക്സന്റെ CDs ഒക്കെ കണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളതൊക്കെ. ആ കണ്ട സമയത്തെ ഭയങ്കര സിമിലാരിറ്റീസ് തോന്നിയില്ലേ പല കാര്യത്തിൽ, ഹെയറിന്റെ കാര്യത്തില്, ബോഡിയുടെ കാര്യത്തില്? എനിക്ക് എന്നെ വല്ലാണ്ട് ത്രില്ലർ എന്ന് പറഞ്ഞ ആൽബം ഞാൻ ആദ്യം കാണുന്നത്. അപ്പൊ അതിങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഞാൻ തന്നെയല്ലേ. കാരണം അതത്ര ഞാൻ ആഗ്രഹിച്ചു. ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ വിഷ്വല് ചെയ്തുകൊണ്ടിരുന്നത് വെളുത്തൊരാള്, നല്ല മറ്റേ ഹെയർ, മഞ്ഞ ഹെയറും ഉള്ള ആള്. ഞാൻ അങ്ങനെ പ്രതീക്ഷിച്ച് ചെന്ന് കഴിഞ്ഞപ്പോ നമ്മളെ നാട്ടുകാരെ അങ്ങനെ ആ ഒരു വേവ് ലെങ്താണ് എന്നെ ശരിക്കും ഇങ്ങനെ ജാക്സണിലേക്ക് ഭയങ്കരമായിട്ട് അടുപ്പിച്ചു തന്നെ. പിന്നെ ഓരോ ഷോസ് കാണുന്തോറും ആൾക്കാരുടെ ഒരു ഫാൻസിന്റെ ഒക്കെ ഒരു ഇത് കാണുമ്പോൾ നമുക്ക് തോന്നില്ല ഇത് ഇത്രയും വലിയ സ്റ്റാർ ആണല്ലോ എന്നുള്ളത്. പിന്നെ അതിനോട് ഭയങ്കരമായിട്ട് ആരാധന തുടങ്ങി. ആളുടെ മൂൺവാക്ക് പിന്നെ അങ്ങോട്ട് പഠിക്കണമെന്നായി. കാരണം ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത് 3 വാക്കായിരുന്നു. ഞാൻ ജാക്സനെ കുറിച്ച് സംസാരിച്ചപ്പോൾ ചോദിക്കും 3 വാക്ക് അടിക്കും, എന്നാൽ 3 അടിക്കുക എന്ന് പറയും. അപ്പോൾ അന്നൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ കാണിക്കുമായിരുന്നുള്ളൂ, അന്ന് അറിയില്ലല്ലോ. പക്ഷെ എന്നാലും ഭയങ്കര എനിക്കറിയാമെന്നുള്ള ഭാവത്തിലേക്ക് ഞാൻ ചെയ്യായിരുന്നു. പക്ഷെ പിന്നീട് അത് ശരിയായി, സെറ്റായി. ഓരോ പ്രോഗ്രാം ചെയ്യുന്തോറും എൻ്റെ 3 വാക്ക് മാറാൻ തുടങ്ങി. എനിക്ക് കൂടുതൽ സ്റ്റൈലാവാൻ തുടങ്ങി. എനിക്ക് തോന്നുന്നു ഒരു പള്ളിയിലെ പരിപാടിക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയത്. ഈ ജാക്സന്റെ കടൂറ്റി പള്ളിയിൽ ആ സമയത്ത് അത് അന്ന് എൻ്റെ എല്ലാം കറക്റ്റ് ആവാൻ തുടങ്ങിയത് അപ്പോഴാണ്. ഞാൻ പാടും കൂടെ, ജാക്സന്റെ പാട്ടും പാടുമായിരുന്നു. അപ്പൊ ലൈവായിട്ട് ചെയ്യും. അതാണ് എൻ്റെ ഞാൻ ലൈവായിട്ട് ചെയ്യാറ് സാധാരണ.
അപ്പോൾ ലൈവായിട്ട് പാടുകയും ചെയ്യും അതിൻ്റെ കൂടെ. അപ്പോൾ അത് ക്ലീൻ ആയത് അപ്പോഴാണ്. കാരണം അല്ലെങ്കിൽ ഒരിക്കലും ഇപ്പോൾ ഈ ജയൻ ചേട്ടൻ കലാപൻ ജയൻ ചേട്ടൻ ശരിക്കും എന്നെ ഇമ്പ്രസ് ആയത് ആ പാടുന്നതുകൊണ്ടാണ് മാത്രമാണ്. അല്ലെങ്കിൽ ഒരിക്കലും ജാക്സൺ എന്നെ അങ്ങനെ ഒരു എന്താ പറയില്ലേ സ്ഥിരം ചെയ്യുന്ന ഒരാൾ പോലെ ഫീൽ ചെയ്യുള്ളായിരുന്നു. പുള്ളിക്ക് എന്നെ ക്യൂരിയോസിറ്റി എന്നെ തോന്നിയത് ഞാൻ പാടിയതുകൊണ്ടാണ്. കാരണം ഇന്ത്യയിലെ അധികം ആൾക്കാർ ഇല്ല അങ്ങനെ ചെയ്യാറില്ല. എല്ലാവരും പുറത്തുള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർഡ് ആയത് പുറത്തുള്ള ആൾക്കാർ ചെയ്യുന്നത് കണ്ടിട്ടാണ് എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ളത്. കാരണം അവരെല്ലാവരും പാടാൻ ശ്രമിക്കും. അപ്പോൾ എനിക്കും അതുപോലെ ചെയ്യണം എന്നുള്ള ആഗ്രഹം വന്നത് പുറത്തുള്ളവരെ കണ്ടിട്ടാണ്. കാരണം ഇവിടെ ഇന്ത്യയിൽ അധികം ആൾക്കാർ അങ്ങനെ ആരും ഇല്ല അങ്ങനെ ചെയ്യുന്നത്, പാടി ചെയ്യുന്ന ആൾക്കാരില്ല. എനിക്ക് ഞങ്ങൾക്കൊരു പാടിയിട്ടൊരു മൂൺ വാക്ക് ഞങ്ങൾക്കും ചെയ്തു തരണ്ട. അല്ല, അത് നല്ലൊരു കാര്യം, നമ്മൾ അറിയണ്ടേ, ആൾക്കാർ അറിയണ്ടേ ഇങ്ങനെയും കൂടി ഒരു കഴിവുണ്ട് എന്നുള്ളത്. ഇപ്പോൾ ഇത് പറയുന്ന പോലെ തന്നെ ഈ സിബി ജാക്സൺ അറിയപ്പെടുന്ന പോലെ തന്നെ ഈ സൂര്യ എന്ന ക്യാരക്ടർ ഇതേപോലെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് ഡാൻസ് ചെയ്യാനും ഡാൻസ് പഠിക്കാനും ഒക്കെ. ഈ ശരിക്കും സിബി ജാക്സണും ഡാൻസ് പഠിക്കാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഒരുപാടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ജാക്സനെ കണ്ട് ഭയങ്കര ഇൻസ്പയർഡ് ആയി വീട്ടിലിരുന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നി ഇവിടെ എവിടെയെങ്കിലും പഠിക്കണമെന്നുള്ള ഒരാഗ്രഹം വന്നു. അപ്പോൾ ഇതിപ്പോൾ അവിടെ ആ സമയത്ത് രാകേഷ് മാസ്റ്റർ എന്ന് പറഞ്ഞ E2DC ഡാൻസ് ചാലക്കുടിയിൽ ആൾ ഭയങ്കര ഫേമസ് ആണ് അവിടെ. എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടെ E2DC എന്ന് പറഞ്ഞൊരു ഡാൻസ് കമ്പനി ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞ് ഞാൻ അവിടെ ചെന്ന് ചോദിച്ചു ഇങ്ങനെയൊക്കെ ഇപ്പോൾ എനിക്ക് ഡാൻസ് പഠിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ ചെയ്തോ കുഴപ്പമില്ല, നമ്മുടെ ആശാനെന്ന് കണ്ട് സംസാരിച്ചതെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ മര്യാദയ്ക്ക് കാണില്ല, കാരണം അത്രയും ഇപ്പോഴും തിരക്കായിരിക്കും ആൾ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഒരു ദിവസം ഞാൻ അറിയണത് ആൾ ജാക്സൺ ചെയ്യുന്നുണ്ടെന്ന്. ഞെട്ടലേ, ആൾ ജാക്സൺ ചെയ്യോ? അതെ, ഡേഞ്ചറസ് ഞങ്ങളുടെ ആശൻ. അപ്പോൾ അവരുടെ ശിഷ്യന്മാരുണ്ടാവില്ല. അപ്പോൾ ഇവരൊക്കെ പറയും ഞങ്ങളുടെ ആള് ജാക്സൺ ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞു ഞാൻ ഭയങ്കര ഫാനാണ്, എനിക്കും ചെയ്യണമെന്ന് ആഗ്രഹമുള്ളതെന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു സ്ഥലം ഞാൻ കണ്ടു. ആളോട് ചോദിച്ചു ഇങ്ങനെ മൂൺ വാക്കൊക്കെ ഇങ്ങനെ. അപ്പോൾ ആളിങ്ങനെ കാണിച്ചു തരുമായിരുന്നു ആ സമയങ്ങളൊക്കെ. പിന്നീട് ഞാൻ എപ്പോഴോ ആളുടെ ഒരു ഷോ കണ്ടു. ഞാൻ പഠിക്കുന്ന ആളല്ലേ, അപ്പോൾ എനിക്ക് ഷോയ്ക്കൊന്നും വരാൻ പറ്റില്ലായിരുന്നു. ഒരു ദിവസം ഞാൻ ചോദിച്ച് കയറി, അങ്ങനെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് നല്ല പൊക്കമുണ്ട്, വണ്ണം കുറഞ്ഞാണ്. അപ്പോൾ കോട്ടൊക്കെ ഇടുമ്പോൾ പക്ക ഒരു ഫിഗർ ഫീൽ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ അത്ഭുതത്തോടെ, അതൊക്കെയാണ് എന്നെ ഭയങ്കര ഇൻസ്പയർ ചെയ്തത്. എനിക്ക് എങ്ങനെയെങ്കിലും അത് എത്തണം എന്നുള്ള മൈൻഡ് കൂടാൻ തുടങ്ങിയത് അവിടെ നിന്ന് തുടങ്ങിയൊക്കെയാണ്. എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ജാക്സൺ ചെയ്യണം, ചെയ്തേ പറ്റുന്നുള്ളത് വേണ്ട. ആ സമയത്ത് ഞാൻ പാട്ട് പാടായിരുന്നു കേട്ടോ, തമിഴ് ഹിന്ദിയൊക്കെ ഞാൻ പാടുമായിരുന്നു. അപ്പോൾ ഈ ആശാനെ ഇടയ്ക്ക് ഇങ്ങനെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പരിപാടിക്ക് വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് കയറി പാടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. ഡാൻസ് മാത്രമല്ല, അപ്പോൾ അവിടെ ചിലപ്പോൾ പാടാനായിട്ട് ആരും ഇല്ലെങ്കിൽ കയറി പാടിക്കോളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോഴാണ് ജയൻ ചേട്ടൻ കാണുന്നത്. കലാപൻ ജയൻ ചേട്ടൻ എന്നെ ആദ്യമായിട്ടും കാണുന്നത് ഇങ്ങനെ ഒരു പാട്ട് പാടിയിട്ടാണ്. അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആൾക്ക്. അപ്പോൾ പുള്ളി പറഞ്ഞു എൻ്റെ ടീമിലേക്ക് നിന്നെ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്, നീ വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഞാൻ ജയൻ ചേട്ടനെ കാണുന്നത്. ഈ രാകേഷ് മാസ്റ്റർ കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ജയൻ ചേട്ടനിലേക്ക് എത്തിയും തന്നെ. ജയൻ ചേട്ടൻ ഇങ്ങനെ പാട്ടൊക്കെ പാടി തുടങ്ങി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ പയ്യെ ചോദിച്ചു, ജയൻ ചേട്ടൻ എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, എന്താണോ എന്ന് ചോദിച്ചു. പ്രോഗ്രാം ഇങ്ങനെ ജാക്സൻ്റെ ചെയ്യണം, എല്ലാവരും ഇങ്ങനെ ജാക്സൺ പാടി ചെയ്യുന്ന സംഭവമുണ്ട്, എനിക്കതും നീ പാടുവോ എന്ന് ചോദിച്ചു. ആ ഞാൻ പാടുന്നു. അത് ഞാൻ ഉള്ള ഇംഗ്ലീഷ് വെച്ച് ഞാൻ പാടി. അപ്പം അത് ജാക്സൺ അന്ന് ആൾക്ക് എനിക്ക് തോന്നുന്നു എന്നിൽ ആ ഫയർ കണ്ടന്റ് ആവാൻ തോന്നുന്നത്. കാരണം ആൾക്ക് ഭയങ്കര ഇഷ്ടമായി. ആൾ പറഞ്ഞു നീ ചെയ്തോ എന്ന് പറഞ്ഞു. അന്ന് എനിക്ക് മേക്കപ്പ് എങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാൻ അറിയില്ല, കോസ്റ്റ്യൂം എന്താണെന്ന് അറിയില്ല. എന്നിട്ട് പോലും ഞാനത് ആദ്യമായിട്ടൊരു എനിക്ക് തോന്നുന്നു ഒരു ഫ്രീ പരിപാടി തന്നെയായിരുന്നു. അതെനിക്ക് തോന്നുന്നു ആ ഏതൊരു തൃശ്ശൂരുള്ളൊരു പാർക്കിലായിരുന്നു കൊണ്ട് ഫസ്റ്റായിട്ട് ആദ്യമായിട്ട് ചെയ്തത് അവിടെയാണ്. അത് എന്താ വെച്ചാൽ എന്താ ചെയ്യണമെന്ന് അറിയില്ല എല്ലാവർക്കും, പക്ഷെ എന്തായാലും നല്ല കൈഡിയായിരുന്നു ആ സമയത്ത്. അപ്പൊ ജയചേട്ടൻ പറഞ്ഞു നീ ഇനി തൊട്ട് അത് ചെയ്തു തുടങ്ങിക്കോളാം. അപ്പൊ നീ പാട്ടും കൂടെ ജാക്സനും ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് 2 ഐറ്റം ആയി തുടങ്ങി. അങ്ങനെ അന്ന് തുടങ്ങി ഞാൻ ജയചേട്ടൻ്റെ ഇങ്ങനെ ചെയ്ത് ആൾക്കാരെ അറിയാൻ തുടങ്ങി. അപ്പോൾ ജയചേട്ടൻ നല്ല കലാപൻ സമയത്ത് കളിക്കുന്ന സമയത്തും മണിച്ചേട്ടനുണ്ട് ജയചേട്ടൻ്റെ കൂടെയൊക്കെ. അപ്പൊ ആ ഒരു ഫേമസ് ഇപ്പോഴും ചാലക്കുടിയിലുള്ളതുകൊണ്ട് ഞാനിതിൽ കയറിയത് കൊണ്ട് എനിക്ക് ഭാഗ്യമായി. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് കലാകാരന്മാരെ ഞാൻ അറിയാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് ഓരോ ടീമിലേക്ക് വിളി വരാൻ തുടങ്ങി. എങ്ങനെയാണ് ലാസ്റ്റ് എനിക്ക് ചാനലിൽ വരാൻ തുടങ്ങി. ചാനലിൽ വിളി വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് വിളി വന്നത് പ്രഭാതേട്ടൻ വഴിയാണ്. കോമഡി സൂപ്പർ നൈറ്റ് സുരാജേട്ടൻ്റെ പരിപാടി. അത് എനിക്ക് തോന്നുന്നു എൻ്റെ ലൈഫിൽ ഫസ്റ്റത്തെ മാറ്റം അതാണ്. ഭയങ്കരമായിട്ട് ആ പരിപാടി ചെയ്തുകൊണ്ട് ഒന്ന് നീരജ് മാധവ് അതിൽ ആ സമയത്ത് എന്നെ തല്ലണ്ട എന്നുള്ള ആ പാട്ട് ഭയങ്കര ഹിറ്റായിരിക്കുന്ന സമയത്തുമാണ് ആളുടെ കൂടെ ഞാൻ ഒരു മൂൺ വാക്ക് ചെയ്യുന്ന ഒരു സീനുണ്ട്. അത് കണ്ടുകൂടി ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായി എന്നെ തുടങ്ങി. നാട്ടിലായാലും ഭയങ്കര ഫേമസ് ആയി. അത് എന്നെ വല്ലാണ്ട് അങ്ങ് ഫേമസിലെത്തിച്ചു. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ടീം എന്നെ വിളിക്കാൻ തുടങ്ങി ഇപ്പോൾ പ്രോഗ്രാമിന്.
അപ്പോൾ ജയൻചേട്ടൻ ടീമിൽ മാത്രമല്ല, കോവിഡിന് മുന്നേ അല്ലേ? അതൊക്കെ കോവിഡിന് മുമ്പായിരുന്നു. ഈ ജയൻചേട്ടൻ ടീമിൽ മാത്രമല്ല എല്ലാ ടീമിലും വിളിക്കാൻ തുടങ്ങി എന്നെ. കേരള ഒട്ടാകെ എനിക്ക് പോകാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ സമയത്തൊക്കെ. പിന്നെ ഇനി ഇതിൻ്റെ ഈ കോമഡി ഉത്സവം എത്തണമെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 2018 സമയത്താണ് ഈ കോവിഡല്ല ഫ്ലഡിന് മുമ്പ്. ഫ്ലഡിന് മുമ്പാണ് ഇത് എനിക്ക് കോമഡി ഉത്സവത്തിൽ കിട്ടണത്. കോമഡി ഉത്സവത്തിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് ഭയങ്കര റീച്ചായിരുന്നു. അതും നല്ല റീച്ച് കിട്ടി എനിക്ക്. അതിനുശേഷം ആ ഒരു വീഡിയോ എന്നെ അത് കണ്ടിട്ടാണ് സാർ എന്നെ ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലേക്ക് വിളിക്കുന്നത്. ഈ ഒരു സീൻ കണ്ടുകൊണ്ട് മാത്രമാണ്. ഏതാ കോമഡി ഉത്സവം ചെയ്തിട്ട് ആ ഒരു സീൻ കണ്ടിട്ടാണ് സാർ എന്നെ സെലക്ട് ചെയ്യുന്നത് തന്നെ. അത് പിന്നീട് ഞാൻ വന്നതിന് ശേഷമാണ്, ഞാൻ സാറിൻ്റെ അടുത്ത് വന്നതിന് ശേഷമാണ് ഞാൻ അറിയണത്. അത് ജോമിത്തേട്ടൻ ഇങ്ങനെ ഇവർ അന്വേഷിക്കായിരുന്നു. ഈ മൂന്നാക്കിലുള്ള എല്ലാവരും അന്വേഷിക്കുന്ന സമയത്ത് ഇങ്ങനെ ഈ ഒരു ക്ലിപ്പ് കണ്ടു കഴിഞ്ഞപ്പോൾ ജോമിത്തേട്ടൻ ഇങ്ങനെ കാണിച്ചു, ഇങ്ങനെ ഒരു പയ്യനുണ്ട് ജാക്സൺ ചെയ്യുന്നത്. അപ്പോൾ ഡയറക്ടർ സാർ ഇങ്ങനെ കുഴപ്പമില്ല അവനെ വിളിക്കി എന്ന് പറഞ്ഞ് അങ്ങനെ വീട്ടിൽ വന്ന് വിളിച്ച് എന്നെ അങ്ങനെ സെലക്ട് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റ് വന്ന സമയത്തേ സ്ക്രിപ്റ്റ് കേട്ടിട്ടാണോ അതോ? സ്ക്രിപ്റ്റ് അങ്ങനെയൊന്നും അല്ല. എന്നോട് വരാൻ പറഞ്ഞു, ഞാൻ വന്നു. സാറിൻ്റെ അടുത്ത് വീട്ടിൽ നിന്നപ്പോൾ സാറ് പറഞ്ഞു ഇങ്ങനെ ഒരു മൂവി ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. പേടിച്ചിട്ട് ഞാൻ പറഞ്ഞു ഞാൻ ഇത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു കുഴപ്പമില്ല ശരിയാവും. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്. ഈ കോമഡി സൂപ്പർ നൈറ്റ് കഴിഞ്ഞിട്ട് എനിക്ക് ഗപ്പിയിൽ അത് അങ്ങനെ ഒരു ഇതുകൂടി ഉണ്ട്. കാരണം ഗപ്പിയിൽ ഈ കോമഡി സൂപ്പർ നൈറ്റിന്റെ പരിപാടി കണ്ടിട്ടാണ് ഗപ്പിയിൽ വിളി വന്നത്. ഗപ്പി സിനിമയിൽ കോമഡി ഉത്സവത്തിന്റെ ഇത് കണ്ടിട്ടാണ് എനിക്ക് 3 വാക്കിൽ വന്നത്. അങ്ങനെ എനിക്കൊരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചേക്കുന്നത്. ഗപ്പിയിൽ അത് നല്ല ഇതുപോലെ കിട്ടി എനിക്ക്. കാരണം ആ പാട്ട് ഉപയോഗിക്കാത്ത ഒരു ക്രിസ്മസ് ഇല്ല, ഇനി അങ്ങോട്ടും ഉണ്ടാവുകയില്ല. കാരണം എല്ലാവരും ആ പാട്ട്, കാരണം എൻ്റെ നാട്ടിൽ അതല്ല ഗബ്രിയേലിന്റെ ദർശനം എന്നുള്ള പാട്ട്. കാരണം അത് നാട്ടിലെ വെക്കുമ്പോഴും എല്ലാവരും എൻ്റെ മുഖത്ത് നോക്കിയിട്ടേ വെക്കുള്ളൂ. കാരണം നിന്റെ പാട്ടാടാ അത് പറഞ്ഞിട്ട് അത് ഭയങ്കര സന്തോഷമുള്ള കാര്യം അതൊക്കെ. അപ്പം ഇത് ഞാൻ ഇങ്ങനെ സാറ് എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അയ്യോ എനിക്കത് വയ്യ, പറ്റില്ല, പേടിച്ച ഞാൻ പറഞ്ഞു എനിക്ക് ഞാൻ സിനിമ ഇങ്ങനെ ഇതല്ല, കുഴപ്പമില്ല നീ ചെയ്യ്. പിന്നെ ഞാൻ പറഞ്ഞു അഭിനയിക്കില്ല എന്ന് പറഞ്ഞു. അഭിനയിക്കാൻ വേണ്ട, ഞങ്ങൾക്ക് അഭിനയം വേണ്ട, ഞങ്ങൾക്ക് ബിഹേവ് മതി എന്ന് പറഞ്ഞ് തമാശയൊക്കെ പറഞ്ഞ് ആൾ ഞങ്ങളെ കംഫർട്ടാക്കി. ആൾ പറഞ്ഞു ഒരു ചെറിയൊരു സീൻ തരാം, ആ സീനൊന്ന് ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. ഒരു പാട്ടിൻ്റെ സീനിൽ ഞാൻ ഇങ്ങനെ ചാന്തൊക്കെ കൊട്ടുന്ന ആ സാധനമാണ് എന്നെ ആദ്യമായിട്ട് എന്നോട് ചെയ്യാൻ പറഞ്ഞു. ചെയ്ത് ആൾക്ക് ഇഷ്ടമായി. പിന്നെ 2-3 സീൻസൊക്കെ എന്നോട് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 2 സീനൊക്കെ ചെയ്യിപ്പിച്ചു. അവർ ഓക്കെ എന്നെ കുഴപ്പമില്ല നീ ചെയ്യാം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നെ കംഫർട്ട് ആക്കിയാണ് ശരിക്കും ഇതിലേക്ക് കൊണ്ടുവരുന്നത് തന്നെ. പിന്നെ എങ്ങനെയാ മറ്റേ ആ സീന് ലാസ്റ്റത്തെ ഒരു സീന് ഡാൻസിങ് സീൻ ഉണ്ട് എന്ന് പറയുമ്പോ, അതായത് ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ആ സമയത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞ ഇതിന്റെ ക്ലൈമാക്സ് ഡാൻസ് ഉണ്ടെന്നുള്ളത് ഒരു പകുതി സമയങ്ങളാണ് എന്നോട് ഇത് പറയണത്. എനിക്കൊരു ക്ലൈമാക്സ് ഡാൻസ് ഉണ്ടെന്ന് വരെ അത് കേട്ടപ്പോൾ എൻ്റെ കിളി പോയിരുന്നു. കാരണം എനിക്ക് പേടിയായിരുന്നു ആ സമയത്തൊക്കെ. വളരെ ടെൻഷൻ അടിച്ചൊരു സമയമായിരുന്നു അതൊക്കെ, എന്താവും എന്നുള്ളതൊക്കെ. കാരണം ഇതിൻ്റെ ഒരു ഫോക്കസ് എന്നിലേക്ക് ആവണം എന്നുള്ള ഒരു പേടി എനിക്ക് അപ്പം സമയത്ത് ഉണ്ടായിരുന്നു, ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആ ടെൻഷനിലൊക്കെ ഞാൻ ഒരുപാട് ടെൻഷൻ എടുത്തിട്ടുണ്ട് ആ സമയത്തൊക്കെ. ആ സമയത്ത് തല കറങ്ങി വീഴാനടക്കം പോയിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു കഥയൊക്കെ പേടിച്ചിട്ട്. കാരണം അതിന് ഒരു ഫസ്റ്റത്തെ സീൻ, ഫസ്റ്റ് ഷൂട്ട് പൂജ കഴിഞ്ഞ ഫസ്റ്റ് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഞാൻ സ്റ്റക്കായിട്ടുണ്ട് പേടിച്ചിട്ട്. ഫസ്റ്റ് ഫ്രെയിം വെക്കുമ്പോൾ എന്നോട് നടന്നു പോകാൻ പറഞ്ഞു. അപ്പൊ നടന്നു പോകുന്ന സീനിൽ ഞാൻ അവിടെ സ്റ്റക്കായി ഇരിക്കും പേടിച്ചിട്ട്. സുചിത്താണ് മറ്റേ വരുൺ വന്നിട്ടാണ് പയ്യെന്ന് ഒരു തട്ടിയിട്ടപ്പോ ഞാൻ അങ്ങനെ ഒരു എന്തോ ഡയലോഗ് അടിച്ചു പോകാൻ ഞാൻ പെട്ടെന്ന് ഓക്കെ എന്ന് പറഞ്ഞ കയറി. എനിക്ക് ആ സമയം ഞാൻ പറഞ്ഞില്ല അത്രയേറെ ടെൻഷൻ അടിച്ചിട്ട് ഞാൻ അതൊക്കെ അന്ന് ആ സമയത്ത് ചെയ്തിരുന്നത്. ഒരു വെപ്പടായിരുന്നു എനിക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഗപ്പിയിൽ അങ്ങനെ അല്ലായിരുന്നല്ലോ. ഗപ്പിയിൽ നമ്മൾ എൻ്റെ മുഖമല്ലല്ലോ കാണിക്കണേ, ജാക്സൺ ആണ്. അപ്പോൾ നമ്മൾ ജാക്സൺ കുറെ ചെയ്തുള്ളത് നമുക്ക് ടെൻഷനിലായിരുന്നു. ഓക്കെ എന്ന് പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. പക്ഷെ ഇത് ഞാനാണ്. എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു ആ സമയത്ത്. പിന്നെ പയ്യെ അങ്ങോട്ട് കയറാൻ തുടങ്ങി. ഓക്കെ നമ്മൾ കോമൺ മാൻ എന്ന് വിളിക്കുന്ന ഒരാളാണല്ലോ, ആളുടെ അടുത്ത് ഒരു സിനിമ വരികയാണ്, അതായത് ടെലിവിഷൻ ഓക്കെ നമ്മള് ടെലിവിഷനിൽ ജാക്സൺ ചെയ്യുന്നു, അത് കഴിഞ്ഞിട്ട് ഗബ്രിയേൽ എന്നുള്ള പാട്ടിലോട്ട് വന്നു. പക്ഷെ ഒരു ഹോൾ മൂവി നമ്മുടെ കയ്യിൽ തരികയാണ്. ആ സമയത്ത് എന്തായിരുന്നു ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ മൈൻഡിൽ എന്താ തോന്നി? ഞാൻ പറഞ്ഞില്ലേ ടെൻഷനായിരുന്നു ഫുള്ള്. ഇത് എന്താവും, ഇതെങ്ങനെയാവും, ആൾക്കാരെങ്ങനെ എടുക്കും, സാറ് ഇനിയിപ്പോൾ ഞാൻ തെറ്റിച്ച എന്ത് പറയും, ഇതൊക്കെയാണ് എൻ്റെ മനസ്സിലുണ്ട് ഓടി നടന്നിരുന്നത്.
കൂടെയുള്ള കോ ആർട്ടിസ്റ്റ് ഇപ്പം ഞാൻ ഞങ്ങൾക്ക് ഈ 3 മാസത്തിനോട് ഒരു ഈ സിനിമയ്ക്ക് മുമ്പ് ഒരു കളരി പോലെ ഒരു ഇതുണ്ടായിരുന്നു, ട്രെയിനിങ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾക്ക് അഭിനയിക്കാനുണ്ടായിരുന്നു, അഭിനയത്തിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു, സുനിത മാമായിരുന്നു. പിന്നെ ജിം ഉണ്ടായിരുന്നു, കൂടെ ഡാൻസിൻ്റെ. കാരണം ഡാൻസ് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ പുതിയതല്ലായിരുന്നു, പഴയ ബ്രേക്ക് ഡാൻസ് ആയിരുന്നു, 80s കാലഘട്ടത്തിലാണ്. സോ അപ്പോൾ ഈ 80s കാലഘട്ടത്തിലെ ഡാൻസ് എന്ന് പറയുന്നത് ബ്രേക്ക് ഡാൻസ് ആയിരുന്നു അന്നത്തെ ഫെയിം. അപ്പോൾ അത് പഠിക്കാൻ, അത് നമ്മൾ എല്ലാവരും ഇപ്പോൾ കൂടെ ഉള്ളവർക്ക് വിചാരിച്ചത് സിമ്പിളാന്നൊക്കെ വിചാരിച്ചത്, സത്യത്തിൽ അല്ലായിരുന്നു. അവർക്ക് ആ ട്രെയിനിങ് സെക്ഷനോട് മനസ്സിലായി സിമ്പിളൊന്നും അല്ല എന്നുള്ളത്. കാരണം ഫസ്റ്റത്തെ തന്നെ ഞങ്ങളോട് പറഞ്ഞു ഇഷ്ടമുള്ള കളിക്കാൻ പറഞ്ഞു. എല്ലാവരും വന്ന് മറ്റേ പുതിയ സാധനങ്ങളൊക്കെ അടിച്ച് ഞങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞു. ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, എല്ലാവരും ഇതല്ല ഞങ്ങൾക്ക് വേണ്ടത്, ഞങ്ങൾക്ക് 80s അപ്പോൾ അന്ന് തുടങ്ങി ഞങ്ങൾക്ക് നല്ല ഒരു ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ കഷ്ടപ്പെട്ടു എല്ലാവരും ഞങ്ങളെല്ലാവരും ഭയങ്കര ഇതിൻ്റെ ബാക്കിലായിരുന്നു. ആ 3 മാസത്തോളം നല്ല കഷ്ടപ്പാടായിരുന്നു. പിന്നെ കൂടെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരം തന്നു ഈ സുനാമത്തിൻ്റെ ക്ലാസ്സുകൾ, ആക്ടിങ് ക്ലാസ്സുകളൊക്കെ എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതാണ് എനിക്ക് തോന്നുന്നു അത് ഒരുപാട് ഈ ഷൂട്ടിങ്ങിലെ ഇടയ്ക്കോടെ എനിക്ക് ഇഷ്ടംപോലെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഈ ടെൻഷൻ എന്നാലും ഉള്ളിലുണ്ടാവും നമുക്കുള്ളിൽ. കാരണം നമ്മളൊരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ആ സീൻ നമ്മൾ ഒന്നുകൂടി എടുക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരുമിച്ചുള്ള സീനിലൊക്കെ കൂടുതൽ എനിക്ക് ഒരുപാട് ടെൻഷനായിരുന്നു ആ സമയം. ഒറ്റയ്ക്കാണെങ്കിൽ നമ്മൾ എന്നാലും ഈ സാറ് രണ്ടാമത് പറയുമ്പോൾ ഇനി എടുക്കണം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു വിഷമമായിരുന്നു ആ സമയങ്ങളിൽ. അയ്യോ ഇനിയിപ്പം സാറിന് നമ്മളാണ് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് അതാണ്, അയ്യോ ഇനി എന്നെ കൊണ്ട് ബുദ്ധിമുട്ടാവോ എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക്. അങ്ങനെ ഒരു ടെൻഷനായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അല്ല ഞാൻ പറയുന്നത് ഈ സിനിമയിൽ ലാസ്റ്റത്തെ സീനിന് വേണ്ടിയിട്ട് ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, രാവും പകലും ഇല്ലാതെ. ആക്ടിങ് ആ ക്ലാസ് എടുക്കണ സമയത്ത് അതിൻ്റെ ടെൻഷൻ ഉണ്ട്, അത് അവിടെ പ്രാക്ടീസ് ചെയ്തു. അത് കഴിഞ്ഞ് ഫ്ലാറ്റിൽ റൂമിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ഇരുന്ന് ഒരു പാതിരാത്രിക്കൊക്കെ പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞത്. അത്രയും ടെൻഷൻ അടിക്കാൻ എന്തായിരുന്നു ഇത്ര ടെൻഷൻ? അതിലൊരു ആഫ്രോ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് തന്നെയായിരുന്നു എൻ്റെ ടെൻഷൻ. കാരണം ആഫ്രോ നമുക്ക് ജാക്സൺ എങ്ങനെയെങ്കിലും എൻ്റെ കോൺഫിഡൻ്റ് ആയിരുന്നു ഞാൻ. പക്ഷെ അതിലൊരു ആഫ്രോ ചെയ്യുന്നുണ്ട്, അതിൽ എനിക്ക് വളരെ ഒരു പേടിയുണ്ടായിരുന്നു. കാരണം കാലിന് പവർ ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റുള്ളൂ, കണ്ടിന്യൂസ്ലി ചെയ്യണം. അതിനെക്കുറിച്ചൊരു ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക് ആ കാര്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കാരണം ഇപ്പം നമ്മൾ പറയില്ലേ, നമ്മൾ ഇപ്പോൾ വയ്യാണ്ടായിക്കഴിഞ്ഞാൽ അത്രയും ഷൂട്ട് നമുക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട അവസ്ഥ വരും. അപ്പം അതിനെക്കുറിച്ച് ഓർത്ത് കഴിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും അതിന് സ്റ്റാമിന ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഞാൻ അത് രാത്രി പകലില്ല ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എനിക്ക് ഞാൻ കാരണം ഒരു ബുദ്ധിമുട്ടുണ്ടാവരുന്നുള്ളൊരു ടെൻഷനായിരുന്നു എനിക്ക് ആ സമയങ്ങളിലൊക്കെ. പിന്നെ ഇത് നന്നാക്കണം, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതാരും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ലല്ലോ. ആകെയുള്ളത് എൻ്റെ ഒരു വീഡിയോസ് എപ്പോഴും കാണിക്കായിരുന്നു അവർ, ഇങ്ങനെ വീഡിയോസ് പറഞ്ഞ് ഇങ്ങനെ ഇതുപോലത്തെ ഒരു സംഭവമാണ് ആഫ്രിക്കൻ. അപ്പോൾ അതൊരു വീഡിയോ ഞാൻ അങ്ങനെ കണ്ട് ഇപ്പോഴും അതിനെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് ഞാൻ ചെയ്തത്. അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഇപ്പോൾ സിനിമ വന്നു എന്ന് പറഞ്ഞു, സിനിമ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കാണുക, ഫസ്റ്റ് സീന് കാണുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും വിചാരിക്കുന്നില്ലല്ലോ ബിഗ് സ്ക്രീനിൽ നമ്മുടെ മുഖം കാണും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. എന്നിട്ട് നമ്മളത് ഒത്തിരി ആൾക്കാരുടെ, അതായത് നമ്മുടെ ഒരുപാട് ഓഡിയൻസിൻ്റെ ഒക്കെ ഒപ്പം ഇരുന്ന് നമ്മുടെ സ്ക്രീനിൽ നമ്മുടെ മുഖം കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു മൊമെന്റ് ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ആ മൊമെന്റ് ശരിക്കും ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ പറയുമല്ലോ ചുമരിൽ തൂക്കി വെക്കാന്നുള്ളത്. ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഈ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സന്തോഷം തന്നെയാണ്. കാരണം ഇത് നമ്മളെയാണ് അവിടെ കാണിക്കണേന്നുള്ളൊരു അത് ഭയങ്കര സന്തോഷമായിരുന്നു ആ സമയത്ത്. കൂടെ പേടിയുണ്ടായിരുന്നു, ഈ പേടി വിട്ടുപോകാറില്ലേ? വിട്ടുപോകാറ്. കാരണം വെച്ച് കഴിഞ്ഞാൽ പ്രിവ്യൂ ഷോയിലായിരുന്നു അത് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് തന്നെ. അപ്പോൾ ഇത്രയും ആൾക്കാർ നമ്മൾ ഡബ്ബിങ് ഉള്ള സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതും ഈ നമ്മൾ പ്രിവ്യൂ ഷോയിൽ കാണുമ്പോൾ വേറെ ആൾക്കാരാണ് നമ്മുടെ ഓഡിയൻസ്. അപ്പോൾ അവരും എല്ലാവരും ഒരുമിച്ച് നിന്ന് കാണുന്നു, എന്താവും എന്തോ ടെൻഷൻ തന്നെയായിരുന്നു. ഞാൻ ടെൻഷൻ്റെ ഉള്ളിലായിരുന്നു ഞാൻ ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. എന്നാൽ ഉള്ളിൻ്റെ ഇല്ല, ഇപ്പോൾ ടെൻഷനൊന്നുമില്ല. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയി, നമുക്ക് എങ്ങനെയെങ്കിലും ചെയ്യാമെന്നുള്ള ഒരു കോൺഫിഡൻ്റ് ഒക്കെ വന്നു തുടങ്ങി. അല്ല, അങ്ങനെ സിനിമ കണ്ടിട്ട് സിനിമയുടെ ഉള്ളിൽ നിന്നുള്ള ആരെങ്കിലും വിളിച്ചിട്ട് ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്? ഈ ഇടയ്ക്ക് അത് OTT ഇറങ്ങിയിട്ട് ഒരുപാട് പേര് കണ്ടു. അപ്പൊ അതിന്റെ ഒരു ഇതില് നമ്മുടെ ഹരീഷ് വിവരടി ആള് കണ്ട് എന്നെ വിളിച്ച് സംസാരിച്ച്, സാറ് കണ്ട് നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞു. കൂടെ പോസ്റ്റ് വിട്ടു. അത് വലിയൊരു നമുക്കറിയില്ലേ, ഭയങ്കര സന്തോഷമായത്. ഈ ചാലക്കുടിക്കാര് ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് കലാകാരന്മാരാണ് ചാലക്കുടിയിൽ എന്നുള്ളത്. ചാലക്കുടി എന്നല്ല, നമ്മൾ പല സ്ഥലങ്ങളിലും കലാകാരന്മാർക്ക് വളരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും.
എന്തിനാ ഈ പാട്ട്, അല്ലെങ്കിൽ എന്തിനാ ഈ ഡാൻസ്, വേറെ വല്ല ജോലിക്കും നല്ല ജോലിക്ക് എന്ന് പറയുന്ന ആൾക്കാർ, അങ്ങനെ സിബിയുടെ ലൈഫിൽ എങ്ങനെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് അത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു നാട്ടിൽ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പെട്ടെന്ന് ഒരാൾക്കാർ കണ്ടു, അപ്പോൾ എന്താ പരിപാടി, ഞാൻ പ്രോഗ്രാം ചെയ്യുന്ന ആളാണ്, പ്രോഗ്രാം, അതുകൊണ്ട് നിനക്ക് എന്താ ഇങ്ങനെ ആവുമോ, വേറെ വല്ല ഇത് സൈഡല്ലേ, പ്രോഗ്രാം സൈഡല്ലേ, വേറെ എന്താ പരിപാടി എന്നില്ല. അപ്പോൾ അല്ല ഇതാണ് എൻ്റെ, എടാ ഇത് നിർത്തിക്കോ, അല്ലെങ്കിൽ കാരണം ഇതൊക്കെ എത്ര നാളുണ്ടാവും, നീ ഇത് നിർത്തിക്കോളൂ, നീ വേറെ വല്ല പ്രൊഫഷണലായിട്ട് അല്ലെങ്കിൽ നീ പുറത്തേക്ക് പോകാൻ നോക്ക്, അതായിരിക്കും കുറച്ചും പറ്റും ഇന്ന് എത്രയോ പേര് എന്നെ ഉപദേശിച്ചിട്ടുണ്ട് അറിയാം. പക്ഷെ ഞാൻ അതൊന്ന് നിർത്തിയിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ഉണ്ടാവില്ല, ഇത് പറയാനുണ്ടാവില്ല, ഇങ്ങനൊരു ഇൻ്റർവ്യൂ ഉണ്ടാവില്ല. അത് ഞാൻ ആലോചിക്കാറുണ്ട്. അത് അന്ന് ഞാൻ അപ്പം അവരുടെ വാക്ക് കേട്ട് എല്ലാം നിർത്തിയിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ആരും എന്നെ അറിയുമില്ല. അപ്പം അത് ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾക്ക് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരു കാര്യമില്ലേ, എന്തിനാണ് അതിനെക്കുറിച്ച് അല്ല എന്തെങ്കിലും ഇങ്ങനെ നിർത്തിയാൽ കൊള്ളാം, ഓക്കെ എല്ലാവരും പറയുന്നു ശരിയാണ്, ഞാൻ ഉണ്ടാവില്ല തോന്നിയിട്ടുണ്ട് ചില സമയങ്ങളിൽ. കാരണം നമുക്കിങ്ങനെ ഈ കൂടുതൽ വന്നത് മറ്റേ കൊറോണ സമയത്തായിരുന്നു എനിക്ക് കൂടുതലും ഫീൽ ചെയ്തത്. വർക്കില്ലാത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ഇപ്പോൾ ഈ ഈയിടെയായിട്ട് സംഭവിച്ചിരിക്കുന്ന സംഭവം അതാണ്. എല്ലാ കലാകാരന്മാരും ജോലിക്ക് ഇറങ്ങിയിട്ടുണ്ട്. കാരണം പരിപാടി ഇല്ല, ആർക്കും സ്റ്റേജ് പരിപാടി ഇല്ല, ഒട്ടുമില്ല. അപ്പോൾ അത് കാരണം എല്ലാവരും ജോലിക്ക് ഇറങ്ങിപ്പോൾ. അപ്പോൾ അതൊരു വല്ലാത്തൊരു വിഷമമുള്ള കാര്യമാണ്. ആ സമയങ്ങളിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും എന്തൊക്കെയോ നമ്മുടെ മനസ്സിനുള്ളിൽ ഇത്ര നാൾ ചെയ്തതിൻ്റെയാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ വേണ്ട, അത് മാറ്റണ്ട, അത് ഇത് എന്തെങ്കിലും കിട്ടും. അത് സത്യമാണ്. നമ്മൾ എന്തെങ്കിലും കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദൈവം നമുക്ക് അതിനുള്ള കൂലി തരും, ഉറപ്പാണത്. അതാണ് ഈ സിനിമ ശരിക്കും പറഞ്ഞത്. ഈ മൂൺ വാക്ക് തിയേറ്ററിൽ കാണുന്നതിനേക്കാളും കൂടുതൽ ആൾക്കാർ OTT കണ്ട്, OTT കൂടെയാണ് എനിക്ക് തോന്നുന്നു മൂൺ വാക്കിലെ ആൾക്കാരേനെയും ഇപ്പൊ സൂര്യനെ കഥാപാത്രത്തിനൊക്കെ കുറച്ചുകൂടി കൂടുതൽ ആൾക്കാർ പറയാൻ തുടങ്ങുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഈ പറയുമ്പോൾ നമ്മൾ ഈ പുറത്തോട്ടൊക്കെ പോവുമല്ലോ, അപ്പൊ നമ്മളെ റെക്കഗ്നൈസ് ചെയ്യാണ്. ആ ഒരു ഇതൊക്കെ എങ്ങനെയാ നമ്മുടെ ഒരു സാധാരണ ലൈഫിൽ നിന്ന് മാറി ഒരു ഇപ്പോൾ ഫിലിം സ്റ്റാർ ആണല്ലോ, ഫിലിമിൽ അഭിനയിക്കുന്നല്ലോ, അപ്പൊ ആ ഒരു ലൈഫിലേക്ക് വരുമ്പോഴുള്ള ഒരു മാറ്റം എങ്ങനെയാ? അത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ നമ്മുടെ സ്വന്തം നാട്ടുകാർ, ഇപ്പോൾ ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നിൽക്കുമ്പോഴും അവരോരുത്തർ വന്നിട്ട് എടാ പടം കണ്ടിരുന്നു, ഭയങ്കര അടിപൊളിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇവരിത് പറയുമ്പോഴും ഞാൻ ഇവരുടെ കണ്ണിൽ ശ്രദ്ധിച്ചിരുന്നത്, ചില ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, അവരെല്ലാവരും കണ്ണ് നിറഞ്ഞിട്ടാണ് പറഞ്ഞത്. അവർക്കത് റിലേറ്റഡ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായത്. കാരണം അത് അറിയുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷം എന്ന് പറയുന്നത്, അത് ഞാനാണ് ചെയ്തിരിക്കുന്നത്, ഞാൻ ചെയ്ത ക്യാരക്ടർ അവർക്കത് റിലേറ്റഡ് ആയെന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ് നമ്മുടെ. അങ്ങനെ പറയുന്നത് കേൾക്കാൻ തന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യം. അത് ഞാൻ ഒരുപാട് കേട്ടു, ഒന്നല്ല ഒരുപാട് കേട്ടു. അത് മെസ്സേജിലൂടെ ആയാലും കുറേ പേര് അത് എക്സ്പ്രസ് ചെയ്തു. ഇങ്ങനെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയത് ആ ക്യാരക്ടർ കണ്ടിട്ട്. ചില സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ പറഞ്ഞത് കുറേ ഡാൻസേഴ്സുമാരുടെ കഥയാണല്ലോ. അപ്പോൾ ഇത് 80s നടന്ന കഥ, അന്ന് ജീവിച്ചിരുന്ന കുറേ പേരുണ്ട്, അവരുടെ നിന്നുള്ള ഇൻസ്പിറേഷനാണ് ശരിക്കും പറഞ്ഞ ഒരു മൂവി എന്ന് പറയുന്നത്. അവരതിന് നമ്മളെ കണ്ടപ്പോൾ കൂടുതലും പറഞ്ഞ എടാ ഇത് ഞങ്ങൾക്ക് തോന്നിയിടാ, ഞങ്ങൾക്കത് ഞങ്ങളുടെ ലൈഫായിട്ടാണ് തോന്നിയിരിക്കും എന്ന് പറഞ്ഞത്. കാരണം അത് തന്നെ ഞങ്ങളുടെ ഏറ്റവും വലിയ വിജയമാണ്. അഭിനയിച്ചാലും ഇപ്പോൾ ഞങ്ങളുടെ ഈ മൂൺ വാക്ക് എന്ന് പറഞ്ഞ മൂവിയുടെ വിജയം തന്നെ അത് തന്നെയാണ്. അവർക്കത് ഫീൽ ചെയ്തു. ഇപ്പോൾ ഈ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അത് മനസ്സിലാക്കാൻ പറ്റി. ഞങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ഒരുപാട് അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഈ സിനിമയിൽ പറയുന്ന ഇപ്പോൾ സിബിയുടെ ക്യാരക്ടർ എടുക്കുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും ഇങ്ങനെ മാറ്റി നിർത്തുന്നുണ്ട്. ചെയ്യണമെന്ന ആഗ്രഹമുണ്ട്, പക്ഷെ എന്തോ ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി അത് ഇൻട്രോവേർട്ട് ആയതിൻ്റെ പ്രശ്നമാണോ എന്നറിയില്ല. പക്ഷെ അങ്ങനെ മാറ്റി നിർത്തുന്ന ഒരുപാട് ആൾക്കാരുടെ ഒരു റെപ്രസെന്റേഷൻ അല്ലായിരുന്നു ഈ സുര എന്ന് പറയുന്ന ആള്. ശരിയാണ്. അത് ചിലവർക്ക് ധൈര്യമില്ലാണ്ടിരിക്കാം, ചിലർക്ക് അസൂയ കൊണ്ട് ചിലപ്പം ചിലവർ മാറ്റി നിർത്തപ്പെടാം. ചിലവർ എന്ന് പറഞ്ഞാൽ ആഗ്രഹം ഉണ്ടായിട്ട് പോലും വേറൊരു ജോലിക്ക് പോകേണ്ട അവസ്ഥ. ഇതെല്ലാ ആൾക്കാർക്കും കോമൺ ആയിട്ട് കുറേ ആൾക്കാർക്ക് ഇത് അനുഭവിക്കുന്നുണ്ട്. അവരെല്ലാവർക്കും ഇത് റിലേറ്റഡ് ആവും. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ആണ് ശരിക്കും പറഞ്ഞ സുര. അത് പലവരും ഇപ്പോൾ ഒരേ രീതിയിലല്ലല്ലോ പറയുന്നത്, ഒരാളുടെ ലൈഫ് വേറെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഇത് ഞാൻ ഒരുപാട് പേരുടെ ഇങ്ങനെ സംസാരം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അങ്ങനെയാണ്. ഈ സുര എന്നുള്ള ക്യാരക്ടർ ശരിക്കും റെപ്രസെൻ്റ് ചെയ്ത് ഒരുപാട് ആൾക്കാരുടെ ഒരു റെപ്രസെൻറ്റേഷൻ തന്നെയാണ് നടന്നേക്കണേ. എനിക്ക് ഭയങ്കര സന്തോഷമായത് കേട്ടോ. ഈ കഥാപാത്രം വരുന്ന സമയത്ത് എനിക്ക് പറ്റിയ ഇപ്പൊ ഒരുപാട് ഇതായിരുന്നു, സുര എന്നായിരുന്നു ആദ്യം അറിയണ്ടായിരുന്നില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ഇത്രയും ക്യാരക്ടേഴ്സ് ഉണ്ട് ഈ സിനിമയില്. ഇത് എന്റെ ക്യാരക്ടർ സുര ആയിരിക്കും എന്നുള്ളത് ഏതെങ്കിലും പോയിന്റിൽ തോന്നിയിട്ടുണ്ടായിരുന്നു? ഒരിക്കലുമില്ല. കാരണം എന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞിരുന്നത്
ഇതിൽ ഇങ്ങനെ ഒരു ക്യാരക്ടറുണ്ട്. ആ ക്യാരക്ടർ ജാക്സൺ ചിലപ്പോൾ ജാക്സണായിട്ട് ചെറിയൊരു ബന്ധമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ സെലക്ട് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഗപ്പിൽ ചെയ്തതുപോലെ ഒരു ചെറിയ സീൻ അത് പ്രതീക്ഷിച്ചത്. പക്ഷേ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ പറയണത് സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞ ശേഷമാണ് എല്ലാവരും അറിയുന്നത് തന്നെ. കാരണം ഈ 3 മാസം സെക്ഷൻ കഴിഞ്ഞിട്ട്, ട്രെയിനിങ് സെക്ഷൻ കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റ് വായിച്ച് ഞങ്ങൾ മുമ്പിൽ പറഞ്ഞത്. കേട്ടിട്ടില്ല അങ്ങനെ പറഞ്ഞിട്ട് അവർ അത്രയും നാളെ ഞങ്ങളെ പഠിക്കുകയായിരുന്നു, ആരൊക്കെ എന്നെ ക്യാരക്ടർ ആർക്ക് കൊടുക്കണം എന്നുള്ളൊരു. പക്ഷെ ലാസ്റ്റ് അത് പറഞ്ഞു, സാറ് പറഞ്ഞു, അത് സൂര്യ എന്നുള്ള ക്യാരക്ടർ ഞങ്ങൾ മുന്നേ തന്നെ സിവിക്ക് വെച്ചേക്കണതാണ്, അത് വേറൊരാൾക്കും പറഞ്ഞിട്ടില്ല, വേറെ ആൾക്കും പറ്റില്ല, അത് അവനെ തന്നെയാണ് ഞങ്ങൾ മനസ്സിൽ കണ്ടിട്ടുണ്ട് ഓൾറെഡി, അതുകൊണ്ട് സൂര്യ അവനാണെന്ന് പറഞ്ഞു. അത് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കേൾക്കുന്നത്. ഈ ഇപ്പോൾ ലിജോ ജോസ് പെല്ലിശ്ശേരി സിനിമ കണ്ടിട്ട് എന്താ പറഞ്ഞത്, അല്ലെങ്കിൽ സാറിനെ കാണാൻ പറ്റിയിരുന്നോ? ഒറ്റ തവണ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ആള് ഹാപ്പിയാന്ന് മനസ്സിലായി, അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ നമ്മളിങ്ങനെ ഇന്ന ചാലക്കുടിക്കാരനാണോ എന്ന് ചോദിച്ചു, അത്രേ ഉള്ളൂ. അതിന് കൂടുതൽ വലിയ സംസാരം ഉണ്ടായി. സാറായിട്ടേക്ക് നന്നായിട്ട് പറഞ്ഞിട്ടുണ്ടാവും എന്തെങ്കിലുമൊക്കെ മൂവിനെ കുറിച്ചായാലും. അവർ ഡിസ്കസ് ആയിട്ട് കൂടുതൽ ചെയ്തേക്കുന്ന സാറായിട്ടാണ്, നമ്മളായിട്ട് അധികം ഇങ്ങനെ മിംഗ്ലിംഗ് വന്നിട്ടില്ല. അപ്പൊ അതേപോലെ തന്നെ സാറിന്റെ പടങ്ങൾ നമ്മൾ ഒരുപാട് ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുണ്ട്, പക്ഷെ സാറ് നമ്മുടെ പടം ബിഗ് സ്ക്രീനിൽ കാണുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമല്ലേ? അതെനിക്ക് തോന്നുന്നു ഞങ്ങളുടെ കൂടെയുള്ള എല്ലാ ആർട്ടിസ്റ്റുകൾക്കും അല്ലെങ്കിൽ എല്ലാ ആക്ടേഴ്സിനും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇത് കേട്ടപ്പോൾ ലിജോ പെല്ലിശ്ശേരി ഇങ്ങനെ പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞ വെറുതെ പറയല്ലേ സാറേ, ചുമ്മാല്ല, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചോദിക്കരുത്, സത്യമാണോ? അതെ സത്യം പെല്ലിശ്ശേരി. അല്ലല്ല, ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഇത്രയും വലിയൊരു ഡയറക്ടർ വന്നിട്ട് ഞങ്ങളുടെ ചെറിയൊരു സിനിമ എടുക്കാന്നൊക്കെ പറയുമ്പോൾ അത് ഞങ്ങൾക്ക് ത്രില്ലിക്കായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾക്ക് സാറെടുത്തു എന്നുള്ളത് അത് വലിയൊരു ഭാഗ്യമായിരുന്നു. കാരണം ആ ഒരു ബ്രാൻഡ് ഉള്ളതുകൊണ്ടാണ് കുറേ പേരും കണ്ടത് തന്നെ, ആ പടം കണ്ടത് തന്നെ ഞങ്ങളുടെ ലിജോ പെല്ലിശ്ശേരി എന്നുള്ള ബ്രാൻഡ് തന്നെയാണ്. സിനിമയുടെ പോസ്റ്റർ നമ്മുടെ നാട്ടിൽ, സ്വന്തം നാട്ടിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ആൾക്കാരുടെ ഒരു ഫീല്, നമ്മുടെ വീട്ടുകാരുടെ ആ ഒരു റിയാക്ഷൻ ഒക്കെ എങ്ങനെയായിരുന്നു? നമ്മുടെ നാട്ടിൽ കുറേ പേര് ഇങ്ങനെ കണ്ടിട്ട് വിളിച്ചു എന്നെ, എടാ നിന്റെ പോസ്റ്റർ എവിടെ കണ്ടു എന്ന് പറഞ്ഞു. അത് ഭയങ്കര. പിന്നെ ഞങ്ങൾ ആ സമയങ്ങളിലൊക്കെ ഓടി നടന്ന് ഫോട്ടോ എടുക്കലായിരുന്നു ഞങ്ങളുടെ പോസ്റ്റർ കണ്ടിട്ട്. ഇതെടാ എൻ്റെ പോസ്റ്റർ. അത് വല്ലാത്തൊരു സന്തോഷമായിരുന്നു. എല്ലാവരും ഓരോ സ്ഥലങ്ങളിൽ കാണുമ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യായിരുന്നു ആ സമയങ്ങളിലൊക്കെ. ഞങ്ങൾക്ക് വലിയ സന്തോഷമല്ലേ, നമ്മുടെ ഒരു പോസ്റ്റർ ഇങ്ങനെ ഇവിടെ ലാലേട്ടൻ്റെ മമ്മൂക്കടെയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ, അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാർസിൻ്റെ നമ്മൾ കണ്ടിട്ടുള്ളൂ. നമ്മളെ ഒരു പോസ്റ്ററിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അവിടെ ഇവിടെയും കാണുന്നു പറയുന്നത് വലിയ കാര്യമാണ്. ഭയങ്കര സന്തോഷമാണ് കാണുമ്പോൾ. ഇനിയും കാണും ഇത് തന്നെയായിരുന്നു. അപ്പോൾ ബസ്സിലൂടെ ഒക്കെ പോകുമ്പോൾ കാണും, ഇതിൻ്റെ അടുത്ത് കാണാം, നമ്മളിങ്ങനെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ കാണാൻ വേണ്ടി പറഞ്ഞിട്ട്. അത് വല്ലാത്തൊരു ഫീലാണത്. ഇപ്പോൾ സിനിമയിൽ ഏറ്റവും കൂടുതൽ 80s ഡാൻസ്, 80s കാലഘട്ടത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമ്മൾ ജീവിക്കുന്നത് ആ കാലഘട്ടത്തിൽ ഡാൻസിലൂടെയല്ല. ആ ഒരു എന്താ പറയുക, ആ ഒരു ചേഞ്ച് അതെങ്ങനെയായിരുന്നു? ഇപ്പം പറഞ്ഞ ട്രെയിനിങ് സെക്ഷനിൽ ഇവർ എന്നെ കളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞത്, ഏറ്റവും കൂടുതൽ പറഞ്ഞത്, എടാ നിൻ്റെ ജാക്സൺ എടുത്ത് കളയണമെന്ന് പറഞ്ഞു ഫസ്റ്റ് പറഞ്ഞത്. കാരണം വെച്ചാൽ ജാക്സൺ അല്ലല്ലോ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സ്റ്റൈൽ വേറെയാണ്. അപ്പോൾ ആ സ്റ്റൈലിലേക്ക് മാറാനായിട്ട് എനിക്ക് ഒരുപാട് സമയം എടുത്തു. ആ 3 മാസത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് സമയം എടുക്കേണ്ടി വന്നു. ആ സമയങ്ങളിൽ ഇങ്ങനെ ഞാൻ ചെയ്യുമ്പോൾ അറിയാണ്ട് ജാക്സണായി മാറും. അപ്പോൾ മാസ്റ്റർ പറയും ഇടാ ജാക്സൺ വിട്. അങ്ങനെ ഈ ഒരു മാറ്റം എടുക്കാനായിട്ട് ഒരുപാട് ടൈം എടുത്തു. എനിക്ക് ഒരുപാട് പേഴ്സണലായിട്ട് എനിക്ക് ഒരുപാട് ടൈം എടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്കത് ഇതിലേക്ക് സ്റ്റൈൽ കൺവേർട്ട് ആവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ എനിക്കത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്യാൻ അറിയാം. പക്ഷെ എനിക്ക് മറ്റേത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എനിക്കത് എങ്ങനെ ചെയ്യണം എന്നുള്ളതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ഒരുപാട് തവണ ട്രെയിൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളതൊക്കെ. ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞു, പക്ഷെ നമ്മളൊരു പേഴ്സണലി നമ്മളൊരു ട്രെയിൻ ചെയ്യുമല്ലോ, ഇന്നത് വേണമെന്ന്. അതൊക്കെ എങ്ങനെയായിരുന്നു? അത് ഞാൻ റൂമിൽ തന്നെ എല്ലാം ഇരുന്ന്, അത് അവർ പറഞ്ഞ സത്യമാണ്. ഞാൻ ഇപ്പം നോക്കിയാലും റൂമിലിരുന്ന് ചെയ്യും. കാരണം വെച്ചാൽ എനിക്ക് സ്വയം വിശ്വസിക്കണമെങ്കിൽ ഞാൻ അത് ചെയ്ത് എനിക്ക് തന്നെ കാണണം, അങ്ങനത്തെ ഒരു മൈൻഡായിരുന്നു ഞാൻ. അതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഇരുന്ന് അത് ചെയ്ത്. ജാക്സനാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ജാക്സൺ എൻ്റെ റൂമിലിരുന്ന് ഞാൻ പഠിച്ചത്. എൻ്റെ റൂമിലിരുന്നിട്ടാണ് ഞാൻ ജാക്സൺ പഠിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആ ഒരു തോട്ടായിരിക്കും എപ്പോഴും വരാം. അപ്പോൾ ഞാൻ ഇവിടെ ഞങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു റൂമായാലും പോലും ഞാൻ എപ്പോഴും അതാണ് ചെയ്തത്. അപ്പോൾ അവരെല്ലാവരും എന്നെ ശ്രദ്ധിക്കുമായിരുന്നു എപ്പോഴും. എന്നെ ഞാൻ സോക്സൊക്കെ ഇട്ടിട്ടായിരിക്കും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അല്ലാത്തൊരു അത് വീട്ടിൽ നിന്ന് നമ്മൾ ശീലിച്ച ശീലമാണത്. വീട്ടിൽ നിന്ന് തന്നെ ഞാൻ എപ്പോഴും നോക്കിയാലും
മുറി അടച്ചിട്ടിട്ട് ഫാനൊക്കെ ഇട്ടിട്ട് ആൾക്കാർ കേൾക്കാണ്ടിരിക്കാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഇരുന്ന് ഞാൻ ചെയ്ത് അങ്ങനെയായിരുന്നു ഞാൻ പ്രാക്ടീസ്. ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. എനിക്ക് എന്തോ ഒരു ആ മൈൻഡാണ് എനിക്കിപ്പോഴും. എനിക്ക് റൂമിൻ്റെ ഉള്ളിലിരുന്ന് തന്നെ ചെയ്താൽ എനിക്ക് എന്തോ ഒരു സംതൃപ്തി ഉള്ളൂ എന്നുള്ളൊരു മൈൻഡാണ് എനിക്കിപ്പോഴും. ഈ കഥാപാത്രം ചാലക്കുടിക്കാരനല്ലല്ലോ, തിരുവനന്തപുരംകാരൻ. അതും പഴയ കാലത്തെ ഭാഷ എന്ന് പറയുന്നത്. ചാലക്കുടിയുടെ ഭാഷയും തിരുവനന്തപുരത്തിന്റെ ഭാഷയും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഒരു സ്ലാങ് പിടിക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തിരുന്നോ? സ്ലാങ് പിടിക്കാന്നല്ല, ശരിക്കും പറഞ്ഞാൽ ഇതിൽ മാരി എന്ന് പറഞ്ഞ മിന്നൽ ഷാ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ചെയ്യുന്ന ഒരാളുണ്ട്. ആള് ശരിക്കും ഞങ്ങൾക്ക് വേണ്ടി ലാംഗ്വേജിന് വേണ്ടി ട്രെയിനിങ്ങിന് വേണ്ടി വന്ന ആളാണ്. ഓക്കെ. ആള് ഞങ്ങളുടെ കൂടെ മിംഗ്ലിംഗ് ആയി. ആൾ ഒരിക്കലും പറഞ്ഞു തരുന്ന വ്യത്യാസം എന്താ വെച്ചാല് ആളൊരിക്കലും എടാ ഇന്നതെ പറയാൻ പാടുള്ളൂ ഇങ്ങനെ അങ്ങനെ ഇല്ല. പുള്ളിയുടെ ലെവലാണ് സംസാരിക്കുക. എന്താ സുഖമാണ് എന്നുള്ള ഒരു ടോക്ക് അല്ല ആള് പറയണത്. ആള് ശരിക്കും ഒരു ട്രിവാൻഡ്രംകാരായിട്ടാണ് നമ്മളോട് സംസാരിക്കണേ. എന്നിട്ട് പറയാ നീ ഇതിന്ന് പഠിച്ചോളാൻ പറയും. അപ്പോൾ നമുക്കത് കൂടുതൽ അപ്പോൾ നമ്മൾ അവരെ കൂടെ വർത്താനം പറഞ്ഞാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാണ് പഠിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ എനിക്കും അനുനാഥിനായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശ്നം. കാരണം അനുനാഥ് ജയ്ക്ക് ഇതിന്റെ മെയിൻ ക്യാരക്ടറാണ്. അവനാണ് ഏറ്റവും കൂടുതൽ സംസാരമുള്ളത്, അപ്പൊ സംഭാഷണമുള്ളത്. അവൻ കോഴിക്കോടുകാരനാണ്. അവൻ പക്കയായിട്ട് അവൻ ഇവരുടെ കൂടെ നിന്ന് അവൻ പഠിച്ചു. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു എടുക്കാനായിട്ട്. ഇടയ്ക്കൊക്കെ എന്താ ട്ടോ വരാട്ടോ ആ സംഭവം വരും. അപ്പൊ ലാപ്പിലൂടെ പറയും അപ്പോൾ എടാ തൃശ്ശൂർ മാറി നേരെ വാടാ ഇവിടെ ട്രിവാൻഡ്രടാന്ന് പറയും എപ്പോഴും സാറെപ്പോഴും പറയുന്നത്. അപ്പൊ അത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നത്. പക്ഷെ എന്നാലും എന്തൊക്കെയോ രക്ഷപ്പെട്ടു. അത് ഇപ്പോ സിനിമയില് പല ഡയലോഗുകള്, അതായത് മുടി വളർത്തുന്നത് മോശമാണ്, അല്ലെങ്കിൽ ഇവരത് മുടി വളർത്തിയ ആകെ മോശം എന്നുള്ളത്, അങ്ങനെ പല ഡയലോഗുകൾ ആ സിനിമയിൽ പറയുന്നുണ്ട്. ശരിക്കും സൊസൈറ്റിയിലും അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ട്. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ നിന്ന് അങ്ങനത്തെ കേട്ടിട്ടുണ്ടോ? അതോ പേഴ്സണലി എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പം വീടിൻ്റെ അടുത്തായാലും പോലും ആൾക്കാർ പലവരും ചോദിക്കുന്നത് എന്തിനാ മുടി വളർത്തുന്നതിനാണ്. നമ്മൾ ഡാൻസറാന്ന് പറയും. എന്തിനാ ഡാൻസ്? അത് ഇന്നതാണ്. നമ്മൾ അവരുടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട അവസ്ഥ വരും. എന്നാലോചിച്ചോളാം, നമ്മുടെ സ്വന്തം മുടീനെ കുറിച്ച് നമ്മൾ മറ്റൊരാളോട് പറഞ്ഞ് അവരുടെ അനുവാദം മേടിക്കുന്ന അവസ്ഥ ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അതൊരു വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ്. കാരണം നമ്മോട് അവർ ഇതുപോലെ ചോദിക്കണം നീ എന്തിനാ മുടി വളർത്തുന്നതെന്ന്. എന്ന് വെച്ചാൽ അവരുടെ അധികാരമാണ് നമ്മൾ ഇത് ചെയ്യണം എന്നുള്ളത്. അവരുടെ അധികാരം പോലെയാണ് അവർ നമ്മളോട് സംസാരിക്കുന്നത്. അത് ഒരുപാട് ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് പൈസ. പിന്നെ ഉള്ളത് നമ്മുടെ സൊസൈറ്റിയിൽ വരുന്നത് നിനക്കൊക്കെ അതൊരു തമാശ രൂപത്തിൽ എപ്പോഴും പറയുള്ളൂ. ദേവരത്തം പോകണം മുടിയും വളർത്തിയിട്ട് എടാ നിനക്കൊക്കെ അടിച്ചു കളിച്ച് നിനക്ക് നടന്നുകൂടെ, വൃത്തിയായിട്ട് നടന്നുകൂടെ എന്നുള്ളൊരു ആ ടോക്ക് എപ്പോഴും മിക്ക സ്ഥലങ്ങളിലും പലരും പറയുമായിരുന്നു. ആ സമയങ്ങളിൽ 13-14 കാലഘട്ടങ്ങളിലൊക്കെ ഞാൻ മുടി വളർത്തുന്ന സമയത്ത് അന്ന് ഞാൻ ഫേമസ് അല്ല. കാരണം ഞാൻ പ്രോഗ്രാം ചെയ്തു ഫേമസ് ആയതിനു ശേഷമാണ് എനിക്ക് ആ ഒരു കുത്തൽ നിന്നത്. അതിനു മുമ്പൊക്കെ എനിക്ക് ഫുള്ള് ഉപദേശത്തോടെയും പറയും. ചിലർ പറയില്ലേ ഇങ്ങനെ വേറെ ടോണിൽ പറയും, വേറെ ടൈപ്പിലും പറയും. ചിലർ നിനക്ക് ഇനി മുടിയൊക്കെ വളർത്തി എന്തിനത്, മുടിയൊക്കെ വെട്ടി നടക്കടാ, കുറച്ച് നന്നായിട്ട് നടക്കുക, ആൾക്കാർ കുറച്ച് ഇഷ്ടപ്പെടും. അപ്പം ഇഷ്ടപ്പെടണമെങ്കിൽ നമ്മൾ മുടിയൊക്കെ വെട്ടി അപ്പം സ്വഭാവം നന്നാക്കണം. ആ ഒരു കാര്യം എല്ലാവരും പറയണത് മുടിയിലാണ്. നമ്മുടെ ലുക്കിൽ നമ്മൾ പരമാവധി ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യണം. എന്തിനത് നമുക്ക് ഇഷ്ടമുള്ള നമ്മളെ മുടി അത് ഇഷ്ടമുള്ളവർ ഇഷ്ടപ്പെടട്ടെ. അത് ഞാൻ അങ്ങനെയാണ് നടക്കണേ. ഇഷ്ടമുള്ളവർ നമ്മളെന്തെങ്കിലും പറഞ്ഞോട്ടെ. എനിക്ക് എന്നെ തന്നെ ഒരു ഇഷ്ടമുണ്ട്. അത് ഇങ്ങനെയാണ് എനിക്ക് മുടി കണ്ടാലേ എനിക്ക് ഇഷ്ടമുള്ളൂ. ഇപ്പോൾ ഞാൻ ചോദിച്ചതുപോലെ തന്നെ ഈ സിനിമകളിലും അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സിനിമ പറയുന്ന ചില ക്യാരക്ടേഴ്സാണ് നമ്മുടെ ഹീറോ ആയിട്ട് മാറുന്നത്. സിനിമ കാണിച്ചു തന്നെ ഇവരാണ് മെയിൻ ഹീറോ, അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഇവരാണ് ഹീറോ എന്ന് പറയുന്നത് സിനിമ. പക്ഷെ ആ സിനിമ വീണ്ടും മാറി ചിന്തിക്കാൻ തുടങ്ങുന്നുണ്ട്. ഇപ്പൊ വിനായകൻ പോലുള്ള നല്ല നല്ല ആക്ടേഴ്സ് വരുന്നു, നായകൻ കഥാപാത്രങ്ങൾ വിനായകൻ പോലുള്ള ആൾക്കാർ എടുക്കുന്നു. അപ്പോൾ ആ ഒരു മാറ്റമൊക്കെ ഇപ്പൊ സിനിമേനെ ഇപ്പൊ നന്നായി ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ സിനിമേനൊക്കെ. അപ്പൊ ആ ഒരു മാറ്റമൊക്കെ എങ്ങനെയാണ് കാണുന്നത്? അത് പണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര ഭംഗി, ഭയങ്കരമായിട്ടുള്ള ലുക്കും വേണമായിരുന്നു. ഇന്നതല്ല, ഇന്നത് മാറിയത്. ആ ഒരു മാറ്റമാണ് എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം വെച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വിനായകൻ ചേട്ടൻ തന്നെ. കാരണം ഇന്ന ആള് സൂപ്പർ സ്റ്റാറിന്റെ കൂടെയൊക്കെ മുന്നേ തന്നെ സൂപ്പർ സ്റ്റാർ അത് മുന്നേ തന്നെ തമിഴ്നാട്ടിൽ തന്നെ നടത്തിയിട്ടുണ്ട്. ഏതാ സൗന്ദര്യമല്ല വലിയ നമ്മുടെ കഴിവിലാണ് വലിയ കാര്യം എന്നുള്ളത് സൂപ്പർ സ്റ്റാർ രജനി സാർ മുന്നേ തന്നെ നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മുടെ ഇതിലേക്ക് മാറിയത് ഇപ്പോഴാണ്, ഈ ഇടയിൽ നിന്ന് മാറിയത്. സൗന്ദര്യ സങ്കല്പം പലപ്പോഴും
പലരും വിചാരിച്ചിരിക്കുന്നത് ലുക്കിലാണെന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത്. അത് നമ്മളെ മുന്നേ തന്നെ കുത്തി വെച്ചൊരു വിഷം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ. സൗന്ദര്യം നമ്മൾ ലുക്കിൽ തന്നെ ആവണം, കാണുമ്പോൾ ഭയങ്കര ഭംഗി തോന്നിക്കണം. അപ്പോൾ ഒരു സ്റ്റാർ എന്ന് പറയുന്നത് ഭയങ്കര ബോഡിയും അല്ലെങ്കിൽ മസിൽസ് ഉള്ള ഒരാൾ. പക്ഷെ ഇതെല്ലാം നമ്മളൊരു ഇപ്പോൾ ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാം, കഴിഞ്ഞ ഫ്ലഡിന് ഒരു മസിലുള്ള ഒരാളോ ഇതുമല്ല, മുക്കന്മാരാണ് വന്നിട്ട് നമ്മളെ രക്ഷപ്പെടുത്തി പോകുന്നത്. അതോ ഒരു സാധാരണ മീൻ വെക്കുന്ന ആൾക്കാർ, അവർക്ക് മസിലോ അല്ലെങ്കിൽ സൗന്ദര്യമോ ഒന്നും ഉണ്ടായില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വലിയൊരു അവർ ഈ പറഞ്ഞ പോലെ സൗന്ദര്യം നോക്കിയിട്ടാണ് അവരെ നമ്മളെ രക്ഷപ്പെടുത്തി തോന്നുന്നത്. അവർ വലിയൊരു സ്റ്റാർ അല്ലേ ശരിക്കും പറഞ്ഞാൽ, ലൈഫിൽ ഏറ്റവും വലിയൊരു സൂപ്പർ സ്റ്റാർ അല്ലേ അവരൊക്കെ. അപ്പോൾ ഈ ആ ഒരു സങ്കല്പം എനിക്ക് തോന്നുന്നു പയ്യെ മാറിയത് വലിയൊരു വഴിത്തിരിവാണ് നമ്മുടെ സിനിമയുടെ. കാരണം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഈ നമ്മുടെ ഈ സിനിമയിൽ പോലും സാർ എന്നെ സെലക്ട് ചെയ്ത് ഒരിക്കലും എന്നെ സൗന്ദര്യം കണ്ടിട്ടോ ഒന്നുമല്ല, ഇതിൽ കഴിവ് കണ്ടിട്ട് തന്നെയാണ്. ഫാമിലിയുടെ ഒരു അവരുടെ ഒരു അംഗീകാരം ഉണ്ടല്ലോ നമ്മുടെ സിനിമയ്ക്ക് വന്നിട്ടുള്ള ഒരു, അതൊക്കെ എങ്ങനെയായിരുന്നു? അമ്മ എങ്ങനെയാ നമ്മുടെ ക്യാരക്ടർ കണ്ടപ്പോ തോന്നിയത്? അതായത് സിനിമയില് സൂര്യ എന്നുള്ള ക്യാരക്ടറിനെ അമ്മ കണ്ടിട്ടുണ്ടായല്ലോ തിയേറ്ററിൽ പോയിട്ട്. അപ്പൊ അമ്മ പറഞ്ഞ ആ വാക്കുകളൊക്കെ എന്തൊക്കെയാ? അമ്മ കൂടുതൽ പറഞ്ഞത്, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്ന കുറെ ടൈം ഉണ്ടല്ലോ, അതില് സുര ഒറ്റയ്ക്കിരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട് അതില്, ഒട്ടും പറ്റാണ്ട് കടലിന്റെ മുന്നിൽ. അത് ട്രെയിനിങ്ങിന്റെ മറ്റേ ഡാൻസ് ക്ലാസ്സാണ് അവരുടെ. അപ്പോൾ അവിടെ പോയി ഇരിക്കുന്നതും അവിടെ ഒറ്റയ്ക്കിരിക്കുന്ന കാണുമ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ മുടി വെട്ടുന്നതും ഭയങ്കര വിഷമമായിട്ട് തോന്നി. പിന്നെ ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറെ കരഞ്ഞുകൊണ്ട് ഓടി ഒന്ന് ഇങ്ങനെ അലറുന്നൊരു സീനുണ്ട്. അപ്പൊ അതും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് കൊണ്ടു എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. ആ ഡാൻസിന്റെ ഓരോ പോർഷൻ കട്ട് അതല്ലേ, അത് ഭയങ്കരമായിട്ട് അമ്മയ്ക്ക് കൊണ്ടു പറഞ്ഞു. ഇതൊക്കെയാണ് അമ്മ എന്നോട് പറഞ്ഞത്. ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കരമായിട്ട്, ബാക്കിയൊക്കെ എനിക്ക് എൻ്റെ മോനായിട്ട് തോന്നിയത്. അല്ല, അവര് സ്ഥിരം കാണുന്നതല്ലേ, അപ്പൊ അവർക്ക് അത് വലിയ ഇമ്പ്രസ്ഡ് ആയിട്ട് തോന്നില്ല. അത് ഞാനൊന്നും അവരെ കുറ്റം പറയില്ല, കാരണം അവരെന്നെ സ്ഥിരം കാണുന്നതാണ്. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എന്നെ സ്ഥിരം കാണുന്നതാണല്ലോ. അപ്പോൾ അമ്മയ്ക്ക് അത് ഇമ്പ്രസ്ഡ് ആയി തോന്നിയത് അവിടെയൊക്കെയാണ്. ഇങ്ങനെ എനിക്ക് പെട്ടെന്ന് വിഷമം വന്നു, ഒറ്റയ്ക്ക് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്കെന്തോ അത് ഭയങ്കര വിഷമമായി തോന്നി. പിന്നെ മറ്റേ ലാസ്റ്റത്തെ ഭയങ്കരമായിട്ട് അലറുന്നൊരു സീൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിൽ നിന്ന് ഇങ്ങനെ ഒന്ന് വന്നതൊക്കെ പറഞ്ഞു അമ്മ. ഇപ്പോൾ മൂൺവാക്ക് സിനിമ ഇത്രയും ചെറുപ്പക്കാരുടെ സിനിമയാണെന്ന് പറയുമ്പോഴും അത് എൻഡ് ചെയ്യുന്നത് സുരയുടെ പടമായിട്ടാണ് എൻഡ് ചെയ്യുന്നത്. പക്ഷെ അത് സിബി അറിയുന്നുമില്ല സുരയാണ് മെയിൻ ക്യാരക്ടർ എന്നുള്ളത്. സിനിമയിൽ ലാസ്റ്റ് ആകുമ്പോഴാണ് അറിയുന്നത്. ശരിക്കും അതൊരു നമുക്ക് ഏൽപ്പിക്കുന്ന ഒരു ടെൻഷൻ ഉണ്ടല്ലോ, വലിയൊരു ടെൻഷൻ അല്ലേ. അപ്പോൾ ഈ ലാസ്റ്റ് മൊമെന്റിൽ പിന്നെ കുറച്ച് കാലെടുക്കുന്നു സിനിമ റിലീസ് ആവാന്, അതിന്റെ ചിത്രീകരണത്തിനും സമയം ഒരുപാട് എടുക്കുന്നു. അപ്പൊ ആ ഒരു ടൈമിലൊക്കെ എങ്ങനെയാ? ഇത് 2019 കഴിഞ്ഞിട്ടാണ്. അപ്പം ഇതിന് ശേഷം ഞാൻ വന്നു, ഞാൻ അങ്ങനെ സിനിമ അഭിനയിക്കുന്നു പറഞ്ഞു, അഭിനയിച്ചിട്ടുണ്ട് വരും എന്ന് പറഞ്ഞപ്പോഴാണ് കൊറോണ വരണത്. പിന്നെയുള്ള നാട്ടുകാരുടെ ചോദ്യം വേറെ ആയിരിക്കുമല്ലോ, അറിയാലോ, എന്നാ സിനിമ ഇറങ്ങണം. ഇത് തന്നെയായിരുന്നു. ഇനി എനിക്ക് തോന്നുന്നു 4 വർഷമായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരുന്നത് തന്നെയായിരുന്നു. ആ ഇടയ്ക്കിടെ എന്നോട് സാറ് പറയുന്നത് ഇങ്ങനെ നമുക്കൊന്നുകൂടി നമ്മുടെ പലിശ്ശേരി എടുത്തിട്ടുണ്ട്, അതൊന്ന് നമുക്കൊന്ന് ഇത് റീഷൂട്ട് ചെയ്യണം, അപ്പോൾ ക്ലൈമാക്സ് ഡാൻസ് ഒന്നുകൂടി റീഷൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഓക്കെ പറഞ്ഞ് നേരെ ചെന്നു. എനിക്ക് പറഞ്ഞു ഞാൻ 1.5 മാസത്തോളം ഒരു മാസത്തോളം എനിക്ക് വേണം കറക്റ്റ് ചെയ്യണമെങ്കിൽ. ഇനിയിപ്പോൾ കാരണം അത്രയും വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ ഡാൻസിൻ്റെ ഒന്നും ഇല്ലാണ്ട്, ടെൻഷനിൻ്റെ ഒരു ഒന്നാലും പ്രോഗ്രാം ഇല്ല. അപ്പം എനിക്ക് ആകെ വിഷമമുള്ള സമയമായിരുന്നു ആ സമയങ്ങളൊക്കെ. കാരണം പ്രോഗ്രാം ഇല്ല, ഒന്നുമില്ല, എല്ലാം അടച്ചു, ഞങ്ങളെല്ലാം കഴിഞ്ഞു എന്നുള്ളൊരു ആ സമയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട് നിർത്താന്നുള്ളത്. കാര്യമായിട്ട് പറഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് എന്നെ ട്രോമയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ. അപ്പോൾ ആ സമയങ്ങളിലൊക്കെ അപ്പോൾ എനിക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയായിരുന്നു ആ സമയത്ത്. ഞാൻ ഇപ്പോൾ സാറോട് പറഞ്ഞു എനിക്ക് ഒരു മാസത്തോളം സമയം തരണമെന്ന് പറഞ്ഞു. സാറ് പറഞ്ഞു എടുത്തോളാം. അങ്ങനെ ആ 1 മാസത്തെ ട്രെയിനിങ് ആണ് ശരിക്കും പറഞ്ഞാൽ ആ ക്ലൈമാക്സ് ഒന്നും കൂടി ആ ഒരു സെക്ഷൻ ഞങ്ങൾ ഒന്നുകൂടി നന്നാക്കാൻ പറ്റിയത്. ആ സമയങ്ങളിലുണ്ടായ ഒരു തോട്ട് എന്ന് പറയുന്നത് ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനായിരുന്നു ആ സമയത്ത്. ഒന്ന് ഈ ശരീരം നന്നാക്കി അത് ശരിയാവുന്നതിൻ്റെ ഒക്കെ ഉള്ളൊരു വേദന ഉണ്ടായിരിക്കാം. കൂടെ ഞാൻ ഒറ്റയ്ക്കായിരുന്നു, ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഈ ഇതുകൊണ്ടുണ്ടാവുന്ന ഭവിഷ്യത്തുകൾ ഞാൻ അപ്പോഴേ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. സിനിമ കഴിഞ്ഞിട്ട് ആൾക്കാർ പറയുന്നത് ഞാൻ ചിന്തിച്ചിരുന്നത് ഇങ്ങനെ അവർ നന്നായിട്ട് പോകണമെന്നും ക്ലൈമാക്സ് വന്നപ്പോൾ ഞങ്ങൾക്ക് അവിടെ ഫീൽ ചെയ്തില്ല എന്നൊക്കെയുള്ള ചിന്തയായിരുന്നു ഏറ്റവും കൂടുതൽ ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്. ടെൻഷനായിരുന്നു ഫുള്ള്. ഞാൻ പേടിച്ചു, കുറേ സമയങ്ങൾ ഞാൻ പേടിച്ചിട്ടുണ്ട്. കഴിയുമ്പോൾ ഞാൻ ചെയ്യുന്നത് കറക്റ്റ് ആണെന്നുള്ള
ഇതൊക്കെ ഞാൻ ടെൻഷനിലൂടെ നടന്നിട്ടിരുന്ന സമയങ്ങളിൽ അതിൻ്റെ കൂടെയൊക്കെ സ്ട്രീറ്റ് മാസ്റ്റർ എന്ന് പറഞ്ഞ മാസ്റ്ററാണ്. ഇങ്ങനെ ഭയങ്കരമായിട്ട് ആള് എനിക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ. ആ ഒരു മാസത്തോളം എന്നെ ഫോക്കസ് ചെയ്ത് പുള്ളി ഒരുപാട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. ആളും ടെൻഷൻ അടിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. കാരണം വെച്ചാൽ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒക്കെ കിട്ടിയാണ്. ഏതാ ലിജോ സാറാണ് ഇത് എടുത്തേക്കണത്. അപ്പോൾ സാറിനും ആ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടല്ലോ. ഏതാ ഈ ഒരു ആർട്ട് ഇനി ഇത്രയും ലെവലിൽ കാണിച്ചു കൊടുത്താലാണ് ലിജോ സാറ് ഇമ്പ്രസ്ഡ് ആവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ചിലപ്പോൾ അപ്പോൾ സമയത്ത് മാറ്റി പിന്നെയും നമ്മൾ ഇതേ റൂട്ടീൻ പിന്നെ എടുക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റെ ടെൻഷനിൽ സാറ് ഭയങ്കരമായിട്ട് ടെൻഷനായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ടെൻഷൻ്റെ ഒരു ഇതിലായിരുന്നു നടന്നത്. ആ സമയങ്ങളിൽ എനിക്ക് തോന്നുന്നു സാറ് ഒരുപാട് ഷൗട്ട് ചെയ്യും, കറക്റ്റ് ചെയ്യടാന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ കാരണം പുള്ളി പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ആ സമയങ്ങൾ അത് ചെയ്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഷൂട്ടിൻ്റെ സമയത്ത് സംഭവിച്ചത് വലിയൊരു സംഭവമാണ്. എനിക്ക് കിതപ്പുണ്ടായില്ല പ്രാക്ടീസ് ചെയ്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എത്ര തവണ ചെയ്താലും അടുത്ത ഷോട്ട് ഓക്കെ ചെയ്യാം. ആ ഒരു അല്ല, ഒരുപാട് തവണ ചെയ്തിരുന്നു അത്. ഈ ഇത് ആ മില്ലിൽ ചെയ്യുന്ന ഒരു സംഭവമുണ്ട്. മില്ലിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. മില്ലിൽ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ എനിക്ക് ഒരുപാട് ഒരു 4-5 തവണ അത് ചെയ്യേണ്ടി വന്നു. ആ ഒരു സംഭവം ഫയർ കാണിക്കുന്ന അത് പവറായിട്ട് ചെയ്യണമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അപ്പൊ അത് ഞാൻ എത്രത്തോളം ഞാൻ നല്ല ഹേർട്ടായിട്ടുണ്ട് ആ സമയത്ത്. എനിക്ക് തെറാപ്പി ചെയ്യേണ്ടി വന്നു. ഇവിടെ മസിൽ ഇതായിട്ട് ആ സമയത്ത് ഞാൻ ചെയ്തത് ഒരു 6 ദിവസത്തോളം ഷൂട്ട് മാറ്റി വെക്കേണ്ടി വന്നു. ഇത് വന്നിട്ട് പ്രാക്ടീസ് സെക്ഷനും ആ സമയത്ത് ഇതായിരുന്നു. 2 പ്രാവശ്യം എടുത്തത്. അപ്പോൾ ഈ ഷൂട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഷൂട്ട് മറ്റേ സ്റ്റേജിൽ ഷൂട്ട് അതിന് എനിക്ക് ഈ 6 ദിവസത്തോളം മാറ്റി എന്നിട്ടാണ് പിന്നെ ചെയ്തത്. അപ്പം അതൊരു ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കി എനിക്ക് ആ സമയത്തൊക്കെ. ഇതെല്ലാം ടെൻഷൻ്റെ ഉള്ളിലൊക്കെ നടന്നു പോണത്. അപ്പോഴും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത് തന്നെയായിരുന്നു. ഇത് എങ്ങനെയാ വെച്ചാൽ പക്ഷെ സ്റ്റേജിൽ എത്തിയപ്പോഴും ഞാൻ ഇതുപോലെ തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എനർജറ്റിക്കായിട്ടാണ് ഞാൻ ചെയ്തത് നന്നായിട്ട്. അപ്പം അതും സാറിന് ഭയങ്കര ഉപകാരമായി. സാർ അത് പറഞ്ഞ് ലാസ്റ്റ് നമുക്ക് മനസ്സിലാവണമെന്ന് മൂവ് ഓൺ പറയാൻ വേണം, അടുത്ത ഷോട്ട് എടുക്കാം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഓക്കെ സാർ ഇംപ്രസ്ഡ് ആയിരുന്നു. അതേപോലെ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടല്ലോ ഇതിലെ ക്യാരക്ടേഴ്സ് തമ്മിൽ, ആ ഒരു സൗഹൃദം എങ്ങനെയാ? അതായത് ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും സൗഹൃദം എങ്ങനെയായിരുന്നു? അവര് ഒരുമിച്ചായിരുന്നു എപ്പോഴും. ഷൂട്ട് വരുമ്പോഴും അവരുടെ വൈബല്ല എൻ്റെ വൈബ്, അത് വ്യത്യാസമുണ്ട്. അത് കുറച്ച് ഇതായിരുന്നു. ഞാനെപ്പോഴും എനിക്ക് ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം. ഇൻട്രോവേർട്ട് ആണോ സിബി ശരിക്കും? എനിക്ക് എപ്പോഴും ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. അവർ എപ്പോഴും കൂട്ടായിട്ടിരിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ആ ഒരു ഇതുണ്ടായിരുന്നു ഞങ്ങൾ തമ്മിൽ. പിന്നെ ഞങ്ങൾ തമ്മിലും അധികം ഒരുമിച്ച് ഉണ്ടായിട്ടില്ലല്ലോ, ഷൂട്ടിൽ ഉണ്ടായിട്ടില്ല. അവരാണ് ഏറ്റവും കൂടുതൽ ഷൂട്ട് ഉണ്ടാവുക. അപ്പോൾ അവർ നല്ല വൈബായിരുന്നു. പക്ഷെ എൻ്റെ കൂടെ വരുമ്പോഴും എനിക്ക് അങ്ങനെ കൂടുതൽ മിങ്കിൾ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒന്ന് ടെൻഷൻ, അത് തന്നെയാണ് മെയിൻ കാരണം. അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷൻ അടിച്ചിട്ടാണെങ്കിൽ എനിക്ക് അധികം സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഞാൻ എപ്പോഴും മാറിയിരിക്കുമായിരുന്നു. അത് തന്നെയായിരുന്നു അവർക്ക് അങ്ങനെ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ മാറിയിരിക്കരുത്, ഇപ്പോൾ ഞങ്ങളുടെ കൂടെ കൂട് എപ്പോഴും പറയാറുണ്ട്. പക്ഷെ എൻ്റെ ഒരു അവസ്ഥ അതായിരുന്നു, ഞാൻ അങ്ങനെ മാറിയിരിക്കുമായിരുന്നു എപ്പോഴും ഇടയ്ക്കിടയ്ക്ക്. അത് അവർക്കൊരു ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവർക്ക് മനസ്സിൽ. അവർ എപ്പോഴും പറയായിരുന്നു, അവർ ഇങ്ങനെ മാറിയിരിക്കരുത്, ഞങ്ങൾക്ക് അത് ഭയങ്കര ഹർട്ടാവുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട് എപ്പോഴും. അല്ല പക്ഷെ ആ സിനിമയിലും സിബി എപ്പോഴും മാറി നിന്നിട്ടാണ്. ഓഫ് സ്ക്രീനിലും മാറി നിൽക്കുന്നു, സിനിമയിലും മാറി നിൽക്കുന്നു. അത് അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അത് സംഭവിച്ചതാ. അത് ചിലപ്പോൾ ഇങ്ങോട്ട് സിനിമ കണ്ടപ്പോൾ മനസ്സിലായത് ഒരു കണക്കിന് നല്ലതെന്ന് പറയും. അതൊരു പ്രാക്ടീസ് ആയിട്ട് കാണാലോ എന്നുള്ളത്. അല്ല, ഒരു കണക്കിന് സംഭവിച്ചത്. കാരണം സൂര്യ ഇവരായിട്ട് അധികം മിംഗ്ലിംഗ് അല്ല. ശരിയാ, ഒരു കണക്കിന് സംഭവിച്ചു. എനിക്ക് തോന്നുന്നു സൂര്യക്ക് കുറച്ച് ഫ്യൂ വേർഡ്സ് മാത്രമേ ഉള്ളൂ സംസാരിക്കാൻ. അവനെല്ലാം ഒരു ഇതാണ്, നമുക്ക് ഡാൻസിലൂടെ എല്ലാം പറയേണ്ട അവസ്ഥയാണ്. പക്ഷെ സൂര്യയുടെ അപ്പിയറൻസിലായാലും ഫേസിലായാലും സൂര്യക്ക് പറയാനുള്ളത് പറയുന്നുണ്ട്. അതായത് നമുക്ക് ആ ഫേസ് കാണുന്നുണ്ട്, ഡാൻസിലേക്ക് കയറണം, ആ ഗ്രൂപ്പിലോട്ട് കയറണം, എനിക്ക് ഡാൻസ് കളി. പക്ഷെ ആ സമയത്ത് നിക്കാൻ പറയുന്നുണ്ടല്ലോ, ഡാൻസ് എന്താ തെറ്റിക്കുന്നത്, നീ കാണിക്കുന്നത് സുരയുടെ അടുത്ത് ചൂടാവുന്നുണ്ട്. അതെ, സുദീപിനുണ്ടായ അത് മറക്കാൻ വേണ്ടി സുദീപ് അവനെ കുറ്റപ്പെടുത്തുന്നു. അതെ, അത് ഡയലോഗിന്റെ ആവശ്യമില്ല സിനിമകളിൽ. എപ്പോഴും ഒരു നടന് ഡയലോഗിന്റെ ആവശ്യമില്ല. നമ്മുടെ ഒരു അപ്പിയറൻസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ചെറിയൊരു എക്സ്പ്രഷൻ മതി എന്നുള്ളതല്ലേ കാണിക്കുന്നത്. നമ്മൾ ഡയലോഗ് നമുക്ക് കുറച്ചും കൂടി സിമ്പിളാണ് പറയാൻ. പക്ഷെ നമ്മുടെ ഫേസിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ, ബോഡിയിൽ വരുന്ന ഒരു എക്സ്പ്രഷൻ, അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നില്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു.
അതെങ്ങനെയാ ചെയ്ത് ഇത്രയും ടെൻഷന്റെ ഇടയില്? ചിലത് സെറ്റിൽഡ് ആയിട്ട് ആ ഷൂട്ടൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത്. തെറ്റിക്കുന്ന സമയങ്ങളിലൊക്കെ എനിക്ക് പെട്ടെന്ന് പറയാനൊന്നും അങ്ങനെ പറ്റിണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചേരം കഴിഞ്ഞിട്ടാണെങ്കിൽ ഞാൻ ചിലപ്പം ഇത് ചെയ്യാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആ സമയത്ത്. ഭയങ്കര ഒരു ഒരു ഇത് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഞാൻ രണ്ടാമത് ചെയ്ത പിന്നെ ഓക്കെ ഉണ്ട്. സിബി ജാക്സൺ ആയി മാറി, സുരേൻ ആൾക്കാരെ ഏറ്റെടുത്തു. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ഒരു പേഴ്സണൽ ലൈഫ് എന്ന് പറയുന്ന ഒരു ലൈഫ് ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാ? അതായത് ഇപ്പോഴും വർക്കിന് പോകുന്ന ഉണ്ട് ഇപ്പോഴും. ഇപ്പൊ കൊറോണയ്ക്ക് ശേഷം എനിക്കൊരു ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു മറ്റേ വാച്ചുകടയിൽ, ചുങ്കത്തിന്റെ അടുത്തുണ്ടായിരുന്നു. വാച്ചുകടയിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്യണത്. അതിങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പോൾ 2 വർഷമായിട്ട് ഇപ്പോൾ അതിലാണ് വർക്ക് ചെയ്യണത്. അപ്പം അതിന് ശേഷമാണ് ഇപ്പോൾ സംഭവിച്ചേക്കണ ഈ ഒരു വലിയ അത്ഭുതം ഞങ്ങളുടെ സിനിമ വന്നത്. അതേപോലെ തന്നെ സിനിമ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു സിനിമ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമല്ലോ, അല്ലെങ്കിൽ അങ്ങനെ കഥകൾ കേൾക്കുന്നുണ്ടോ? അതോ ഇല്ല, അത് നമ്മൾ ഈ ഫീൽഡിലല്ലാത്തത് കൊണ്ടായിരിക്കണം. പലരും ഇതുവരെയും വന്നിട്ടില്ല. അതിന് വേണ്ടിയിട്ട് ഇപ്പൊ പരിശ്രമിക്കണം. ഇപ്പൊ കാരണം വെച്ച് കഴിഞ്ഞാൽ ഓഡിഷൻ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഓരോന്ന് പോകണം. ഇപ്പോ സിനിമകള് ഇനി എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ, സിനിമകൾക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നുണ്ടെന്നും പറഞ്ഞു. ഇനി സുര അല്ലാതെ വേറൊരു കഥാപാത്രം എനിക്ക് ചെയ്യണം, അല്ലെങ്കിൽ സുര പോലത്തെ ഒരു കഥാപാത്രം അല്ല ആ ഒരു കഥാപാത്രം പോലത്തെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളൊക്കെ ഉള്ളിലുണ്ടോ? അല്ല, ഇനി ചെയ്യുമ്പോൾ ഒരു വ്യത്യസ്തം വേണം എന്നുള്ളത് എല്ലാവരും, എല്ലാ സിനിമയെ പ്രേമിക്കുന്ന ആൾക്കാരും പറയുന്ന ഒരു ഡയലോഗ് ആണ്. അവർക്ക് പറഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരാഗ്രഹം. അപ്പോൾ ഒന്ന് ചെയ്തു നോക്കണം എന്നുള്ളൊരാഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇനിയിപ്പോൾ സിനിമ ഏത് വന്നാലും ഞാൻ ചെയ്യും എന്നുള്ളൊരു ആ ഒരു കോൺഫിഡൻസ് ഒന്നും അങ്ങനെയാണ്. ടെൻഷനൊന്നുമില്ല. നമ്മള് ക്യാമറയെ ഫേസ് ചെയ്യുന്നതിനും ടെൻഷനൊക്കെ അത് പോയി, അതെല്ലാം അന്നത്തോടി പോയി. അതേപോലെ ഇപ്പൊ സിനിമേനെ ഒരുപാട് ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ഏറ്റവും ഇഷ്ടമുള്ള മലയാളത്തിലെ ആരാ ഉള്ളത്? അത് ഒന്നേ ഉള്ളി ലാലേട്ടൻ. ലാലേട്ടനാണ്. ലാലേട്ടൻ ഫാനാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് ലാലേട്ടൻ കണ്ടിരുന്നത് ഒരു ചണ്ട് മീൻസ് ഇടി കാണാമെന്നുള്ളൊരു ഇടിപ്പടം എന്നുള്ളൊരു ലെവലിലാണ് ലാലേട്ടൻ്റെ പടങ്ങൾ കണ്ടിരുന്നത് പണ്ട്. പക്ഷെ അത് എന്നാണ് ആക്ടിങ് മനസ്സിലാക്കി തുടങ്ങിയത്, പിന്നീട് നമ്മൾ കാണുന്ന ലാലേട്ടൻ്റെ പടം വേറെയാണ്. അപ്പൊ ഇത്രയും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ എന്താണെന്ന് അറിയില്ലല്ലോ, അഭിനയിക്കുന്നത് എന്താണെന്ന് അറിയില്ലായിരുന്നു. പക്ഷെ അത് എന്താണെന്ന് അറിഞ്ഞപ്പോൾ ഞാനിപ്പോൾ കാണുന്ന പടങ്ങളൊക്കെ നമ്മളിങ്ങനെ ഇങ്ങനെ ഇരിക്കും. നമ്മളിങ്ങനെ അത് എന്താണ് ആളെ ചെയ്യുന്നത്, ഭയങ്കര ആരാധന. ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹം, എന്തെങ്കിലുമൊക്കെ പരിചയപ്പെടണം, പുള്ളിയുടെ ആക്ടിങ് ഒന്ന് നേരിട്ട് കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഭയങ്കര ആരാധനയായി ഇപ്പോൾ. നമ്മളെ ആളെന്താണെന്ന്, ആളുടെ എന്താണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അപ്പം പലരും ഇങ്ങനെ വന്ന് പറയുമ്പോൾ ഇത് എന്തുവാടി പറഞ്ഞു നമുക്ക് തോന്നാറുണ്ട് എന്തുകൊണ്ടാണെന്നുള്ളത്. പക്ഷെ ഇപ്പം നമ്മളത് സിനിമ കാണുമ്പോഴും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് ആരാധിച്ചു പോകുന്നൊരു മനുഷ്യനായിപ്പോവും. അയ്യോ ഇതൊരു മാജിക്കാണ് ആള് മുഖത്തും ശരീരത്തും എല്ലാം കാണിച്ചു കൂട്ടുന്നത്. അഭിനയിക്കുകയല്ല ശരിക്കും ഫീൽ ചെയ്യണേ. അതിൽ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ആ ക്യാരക്ടറിലേക്ക് മാറുകയാണ്. അത് ലെജൻഡാണ് ആള്. ഇപ്പം ജാക്സനെ കാണുന്ന പോലെ തന്നെയാണ് എനിക്ക് ആളെ. എന്തൊരു ആളാണത്, ആരാധിച്ചു കൂടും ഞാൻ ഭയങ്കരമായിട്ട്. ഇതുപോലെ ഒരുപാട് സിനിമകളുടെ ഭാഗമാകാൻ സിബിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിൽ. താങ്ക് യു.